മനുഷ്യരെല്ലാവരും തന്നെ നേരെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഒരു കാര്യം ഓർക്കുക, വേദോസ്തം പറയുന്നു, നിങ്ങൾ ആര് ഭാഗ്യവാന്മാർ, ദരിദ്രർ ഭാഗ്യം. ഇങ്ങനെ 2000 വർഷം മുമ്പ് ഒരു ഗുരു ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ ഗുരു പ്രഭാവം ചെയ്ത ആ കൊണ്ടുവച്ച ഒരു വ്യത്യസ്തമായ ആശയവും സംസ്കാരവും, അതാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്. എന്തുകൊണ്ടാണ് ദരിദ്രൻ ഭാഗ്യവാനാണെന്ന് പറയുക? ഒറ്റക്കാര്യം കൊണ്ടാണ്, നമ്മുടെ ദാരിദ്ര്യത്തിലാണ് നമുക്ക് കർത്താവിനെ അറിയാൻ കഴിയുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ സമ്പത്തിനെക്കാട്ടും കൂടുതൽ നമ്മുടെ കർത്താവിനെ നമുക്ക് അറിയാൻ കഴിയുന്നത് എപ്പോഴാണ്? നമ്മുടെ ദാരിദ്ര്യത്തിൽ. അതുകൊണ്ടാണ് യാക്കോബ് പുസ്തകം പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. അടുത്ത വാക്യം, സുഖം അന്വേഷിക്കുന്നവൻ പാട്ട്. സത്യമക്കളെ, കഷ്ടം അനുഭവിക്കുന്നവർ എന്തോ ചെയ്യും? പ്രാർത്ഥിക്കും. സുഖം അന്വേഷിക്കുന്നവർ എന്തു ചെയ്യും? പാട്ട് പാടുന്ന ഈ പാട്ടൊന്നും അല്ല. സുഖം കൂടിക്കഴിഞ്ഞാൽ പിന്നെന്തോ പാട്ടാണ്? DJ പാർട്ടിയാണ്. എല്ലായിടത്തും, ഏത് കല്യാണത്തിന് പോയാലും, ഏത് മാമോദിസായ്ക്ക് പോയാലും, ഏത് ബർത്ത്ഡേക്ക് പോയാലും പരിപാടി കഴിഞ്ഞാൽ ഉടനെ പിന്നെ എന്തോ തുടങ്ങും? പാട്ട് തുടങ്ങി DJ പാർട്ടി. ഇപ്പം എനിക്ക് മിക്കയിടത്തും ചെന്നപ്പോഴത്തേന് നമ്മൾ നേരത്തെ സ്ഥലം വിട്ടോണം, അല്ലെങ്കിൽ അവിടെ പാർട്ടിയും ഡാൻസും ഒക്കെയാണ്. എല്ലാം പാടും, പാലാപ്പള്ളി തിരുപ്പള്ളി അടിച്ച് പൊളിച്ച് പാടുക. ഈ പിള്ളേരൊക്കെ പാടി അതിനകത്ത് പിന്നെ ഒരു രസമുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ ഈ അമ്മച്ചിമാരോട് വന്ന് തുള്ളിപ്പാടിയാൽ എന്തോ ചെയ്യും. അപ്പോൾ എല്ലാവരും പാടുന്നവരെ മുഴുവനും നോക്കിക്കോ, കൂടുതൽ പേരും എന്തനുഭവിക്കുന്നവരാ? വലിയ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടം പോലെ പൈസയുണ്ട്, വൈകിട്ട് വീട്ടിൽ പോയിരുന്ന FD ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, റബ്ബർ തോട്ടമുണ്ട്. അവർക്ക് എന്ത് പാടാം? പാട്ട് പാടാം. പക്ഷെ കഷ്ടം അനുഭവിക്കുന്നവൻ യോഗത്തിന് പോവും. അവൻ അവിടെ പോയിരുന്ന കർത്താവേന്ന് വിളിക്കും. കാരണം നമ്മുടെ ദാരിദ്ര്യത്തിലാണ് നമ്മൾ ആരെ അനുഭവിക്കുക? യേശുവിനെ അനുഭവിക്കുക. അതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞു, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കരമുയർത്തി കർത്താവിനെന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. എല്ലാ മക്കളും എന്നെ ശ്രദ്ധിക്കണേ, എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കണേ. ദരിദ്രരായ നിങ്ങൾ ആരാണ്? ഭാഗ്യവാൻ. ദാരിദ്ര്യം എന്നൊരു വാക്ക് മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിൽ വരുന്ന ആദ്യത്തെ വാക്ക് സാമ്പത്തികമാണ് എന്നുള്ള ചിന്തയാണ്. പക്ഷേ സാമ്പത്തികം മാത്രമല്ല പ്രിയരേ ദാരിദ്ര്യത്തിന് ഒത്തിരി മാനങ്ങളുണ്ട്. ഏതാണ്ട് 6ഓളം മാനങ്ങൾ ഞാൻ കണ്ടുമുട്ടിയത് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ മാനമാണ് ബൗദ്ധികമായ ദാരിദ്ര്യം, ഇൻ്റലക്ച്വൽ പോവർട്ടി. കുറിക്കുന്നവരുണ്ടെങ്കിൽ കുറിച്ചു. ഇൻ്റലക്ച്വൽ പോവർട്ടി, ബുദ്ധിപരമായ ദാരിദ്ര്യം. ഇറ്റ്സ് ആൻ ഇഷ്യൂ. അതൊരു വലിയ മേജർ ഇഷ്യൂ ആണ്, ബുദ്ധിപരമായ ദാരിദ്ര്യം. നമുക്കറിയാം, ഇന്നെല്ലാ മനുഷ്യരും മത്സര ഓട്ടമാണ്. എല്ലാവരും ഓട്ടമാണ്. ഈ ഓട്ടത്തിനിടയിൽ വീണു പോകുന്ന കുറേ പേരുണ്ട്. അവരാരായിരിക്കും? ഇപ്പം പന്തുകളിയുടെ ഒരു സമയമാണ്. ലോകമെങ്ങും ഫുട്ബോൾ തരംഗം വ്യാപരിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒരു സ്ഥലത്തേക്ക് ഫിഫയുടെ ഫുട്ബോൾ, ബ്രസീൽ, ഫ്രാൻസ്, പിന്നെ എന്താണ് പോർച്ചുഗൽ, പിന്നെ അർജൻറ്റീന. നിങ്ങളേത് ഫാനാ? പിള്ളേർ ഏതെങ്കിലുമൊക്കെ ഫാനാണ്. ഏതാ ഇഷ്ടം? ബ്രസീലാണ്. അച്ചായം വരെ ബ്രസീൽ എനിക്കിഷ്ടപ്പെട്ട. ഞാൻ ഓർത്ത് എൻ്റെ ഭാര്യയ്ക്ക് യാതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റും ഇല്ലെന്നാണ് ഓർത്തത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. രാത്രി 2 മണിക്ക് ഉണർന്ന് മോനോട് ചോദിക്കുന്ന ആരാ ജയിച്ചെന്ന്. അപ്പോൾ എൻ്റെ പാവം പിടിച്ച ഭാര്യയ്ക്കും എന്ത് സ്പിരിറ്റ്? സ്പോർട്സ്മാൻ സ്പിരിറ്റ്. 2 മണിക്ക് മോനോട് ചോദിക്കുന്ന, മോനി ഓരോടെ ജയിച്ചത്? ഞാൻ ചോദിച്ചു, നിനക്കും ബ്രെഡ് പിടിച്ചുകൂടി? പക്ഷേ എനിക്ക് സന്തോഷമാണ് തോന്നിയത്. ഒന്നുമില്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടല്ലോ. ഓട്ടെ, നന്നാകട്ടെ. പിള്ളേരെല്ലാം കൂടി എന്താണ് കട്ടൗട്ടെല്ലാം പൊക്കുകയാണ്. ഒരുത്തൻ അവിടെ പൊക്കുന്നു ബ്രസീൽ, ഒരുത്തൻ അവിടെ പൊക്കുന്നു, എന്തെല്ലാം കാര്യം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഈ മത്സര ഓട്ടത്തിലാണ്. പക്ഷേ ഈ മത്സര ഓട്ടത്തിലും പിന്നിപ്പോകുന്ന മക്കളൊക്കെ ഉണ്ട്. പഠനത്തിലാണെങ്കിലും ഒരു മത്സര. എല്ലാവരും A+ഉം Aയും Bയും ഒക്കെ മേടുന്നു. മാക്സിമം ഓട്ടത്തിലാണ്. എല്ലാവരും പഠിപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് കുറച്ച് മക്കളൊക്കെ ഇങ്ങനെ പുറകിൽ പോകും. അതിൻ്റെ പേരാണ് ഇൻ്റലക്ച്വൽ പോവർട്ടിയാണ്. പണ്ട് നമുക്കിതൊന്നും ഐഡൻറ്റിഫൈ ചെയ്യത്തില്ലായിരുന്നു. പണ്ട് ഇച്ചിരി പഠിക്കാൻ മോശമായ മക്കളാണെങ്കിൽ, ഞാനീ പറയുന്ന ഉഴപ്പിൻ്റെ മോശമല്ല, കഷ്ടപ്പെട്ടാലും പഠിക്കാനൊക്കാത്ത പിള്ളേരുണ്ട്. ചിലർക്ക് മാത്സ് പാടായിരിക്കും, ചിലർക്ക് ഇംഗ്ലീഷ് പാടായിരിക്കും, ചിലർക്ക് സയൻസ് പാടായിരിക്കും, ചിലർക്ക് വായിക്കാൻ പാടായിരിക്കും. പക്ഷേ അതുകൊണ്ടാണ് ഡിഫറൻ്റ്ലി ഡിസേബിൾഡ് എന്നൊക്കെ പറയുക. ഭിന്നശേഷി. ഏതെങ്കിലും മറ്റൊന്നിൽ അവർക്ക് എന്ത് കാണും? കഴിവ് കാണും. അമേരിക്കയിലൊക്കെ ആ കഴിവൊക്കെ കണ്ടെത്തും. അവർക്കതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കും. നമ്മുടെ നാട്ടിൽ ഒറ്റ കാര്യമുള്ളൂ, വെച്ച് കീറിക്കോളാൻ പറയും, അല്ലേ? അടിയാണ്. കണക്കിനൊക്കെ ഇച്ചിരി മോശമാണെങ്കിൽ, കണക്ക് മാഷന്മാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ, ഇപ്പോഴത്തെ മാഷന്മാരൊന്നും പിച്ചത്തില്ല, അന്നത്തെ മാഷന്മാരാണെങ്കിൽ പിച്ചിപ്പറിക്കും, പിടിച്ച് നിർത്തിപ്പിച്ച്. അപ്പം നമ്മുടെ അച്ചായന്മാർ പറയും, എൻ്റെ മോനാ വെച്ച് കീറിക്കോളാൻ പറഞ്ഞ അനുവാദം കൊടുക്കും. ഞാനാണ് 80 കിലോ ഉണ്ടായിരുന്നു.
പിട്ടിച്ചിങ്ങോട്ട് നിർത്തിയിട്ട് ആമ്പിള്ളാടെ അകന്തുടയ്ക്ക് ഇവർ പിച്ചും. അപ്പോഴാണ് നമ്മൾ സൈക്കിൾ കയറ്റം പഠിക്കുന്നത്. സൈക്കിൾ കയറ്റം പഠിച്ചിട്ടുണ്ടോ മക്കൾ? എന്താ സാറന്മാർ പിച്ചുമ്പോൾ സൈക്കിളിൽ കയറിയിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ വെയ്റ്റ്ലെസ്സായിട്ട് നമ്മൾ ആകാശത്തോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ചവിട്ടുമ്പോഴാണ് അവർ ചോദിക്കുന്നത് ടാൻ തീറ്റ ബൈ കോസ് തീറ്റ സൈൻ തീറ്റ ബൈ എന്തോടാ. വല്ല ഗുണം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇഷ്ടം പോലെ പിച്ച് കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോഴും അറിയാത്തൊരു കാര്യം, എന്തിനാ അതിന് അടി മേടിച്ചെന്നാ. എന്നാലും ടാനും സൈനും കോസും ഇതെല്ലാം നമ്മളെ ഒത്തിരി തല്ലി മേടിപ്പിച്ചു. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡ് ഈസിക്കൽ ടു എ സ്ക്വയർ പ്ലസ് 2ab. ചന്തയിൽ പോകുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇഷ്ടം പോലെ അടിയൊക്കെ മേടിച്ചു. എന്തിനാണ്? പഠിക്കാൻ പുറകിൽ പോയ മക്കളാണ്. അപ്പോൾ ഈ സത്യത്തിൽ ഈ പഠിക്കാൻ പുറകിൽ പോകുന്നതൊക്കെ ആരുടെ കുറ്റമാണ്? എനിക്ക് ഇടയ്ക്കാൻ മനസ്സിലായത്, എൻ്റെ പൊന്നെ, എൻ്റെ ഒരു മോൻ ഇച്ചിരി ഇപ്പം പഠിക്കാൻ മിടുക്കനാണ്, പക്ഷേ ഇച്ചിരി പഠിക്കാൻ പുറകില്ല. അപ്പം ഞാനവനെ വഴക്ക് പറഞ്ഞപ്പോൾ എൻ്റെ മൂത്ത മോളിനോട് പറയുക, പപ്പ എന്ത് വൈ ആർ യു സ്കോൾഡിങ് അറ്റ് വൈ ആർ യു വാട്ട് ആർ യു ഡൂയിങ് വൈ ആർ ഷൗട്ടിങ് അറ്റ് ഹിം. ഞാൻ ചോദിച്ചു എന്നെ പറ്റി. അവൻ പഠിക്കുന്നില്ല, അത് അവൻ്റെ കുറ്റമല്ല, ദിസ് ഈസ് യുവർ ഫോൾട്ട്. ഞാൻ പറഞ്ഞു മൈ ഫോൾട്ട്? യെസ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. അപ്പോൾ സത്യത്തിൽ ഈ കൊച്ചിങ്ങനാകുന്നതാണ് കൊച്ചിൻ്റെ കുറ്റമാണോ? അല്ല. അടിസ്ഥാനപരമായി പുറകിൽ പോകുന്ന മക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഓർത്തോണേ, ഈ പുറകിൽ പോകുന്ന മക്കളെ മുമ്പിൽ കൊണ്ടിരുന്ന ഒരു കർത്താവുണ്ട്. കർത്താവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, പിമ്പനെ എന്താക്കും? മുൻപനാക്കും. ഹല്ലേലൂയ. പിമ്പനെ മുമ്പനാക്കും. പിമ്പനെ മുമ്പനാക്കും. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സ്കൂളിലൊക്കെ ഇരിക്കുന്നത് ബെഞ്ച് തിരിച്ച ഏറ്റവും മുമ്പിൽ ഇരിക്കുന്ന കൊച്ചനാരാകും? എഞ്ചിനീയറോ ഡോക്ടറൊക്കെ. രണ്ടാമത്തെ ബെഞ്ചിൽ ഇരിക്കുന്ന ആരാകും? സ്കൂൾ മാഷാകും, അല്ല PSC ടെസ്റ്റ് എഴുതും. മൂന്നാമത്തെ ബെഞ്ചിൽ ഇരിക്കുന്ന ആരാകും? പഞ്ചായത്ത് മെമ്പറാകും. നാലാമത്തെ ബെഞ്ചിൽ ഇരിക്കുന്ന ആരാകും? ഉപദേശിയാകും. അല്ലേ? അതും സത്യമാണ്. നാലാമത്തെ ബെഞ്ചിൽ ഇരിക്കുന്ന ആരാകും? ഉപദേശിയ. അതുപോലെയാണ് ഈ പെൺപിള്ളേരിരിക്കുന്നത്. ഒന്നാമത്തെ ബെഞ്ചിൽ കൊച്ചു പിള്ളേരായിരിക്കും, രണ്ടാമത്തെ ബെഞ്ച്, നാലാമത്തെ ബെഞ്ച് പഴയ സ്കൂളിലൊക്കെ, ഗവൺമെൻറ് സ്കൂളിലൊക്കെ ഈ വലിയ പാവാടയൊക്കെ ഇട്ട് വലിയ അമ്മച്ചിമാർ, ഇങ്ങനെ തോറ്റൊക്കെ വരുന്ന ചേച്ചിമാരാണ്. പക്ഷെ അവരാരായിരിക്കും? ഒന്നാം തരം പാസ്റ്ററുടെ കൊച്ചമ്മയാവും. നല്ല പാസ്റ്ററുടെ കൊച്ചന്മാരൊക്കെ ഇങ്ങനെ അതിനുണ്ട കഴിവെന്താ? ഒറ്റ കഴിവ്. ഒന്ന്, ഒച്ചത്തി പാട്ട് പാടണം. രണ്ട്, ഏത് മക്കളെ കഴിച്ചോടാ വാടാ മോനി, ഇത് പറഞ്ഞാൽ പാസ്റ്ററുടെ കൊച്ചമ്മയായി. ഇത്രയൊക്കെ ആയാൽ മതി. അതിനാരാകും? അതിന് ഏറ്റവും പുറകെ ഇരിക്കുന്നവരെയൊക്കെ തമ്പുരാൻ ഇങ്ങനെ കൊണ്ടുവരും. തമ്പുരാൻ ആരാ? പിമ്പനെ ആരാക്കും? മുൻപനാക്കും. ചേർന്ന് ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. പിമ്പനെ മുൻപന. കരമുയർത്തി എല്ലാവരും. ഭൗതിക ദാരിദ്ര്യം അനുഭവിക്കുന്ന മക്കളുടെ പേരൻസ്, എല്ലാ പേരൻസും നല്ല മാർക്കൊക്കെ മക്കളുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞ് നല്ല മേടിച്ച് കൺഗ്രാജുലേഷൻസ് എല്ലാം കിട്ടും. പക്ഷെ പുറകിൽ പോയാലോ? ഞാനൊരു സ്കൂളിൽ ഇരിക്കുക, അവിടെ ഒരു മീറ്റിംഗ് നടക്കുക. പക്ഷേ അവിടുത്തെ അവസാനത്തെ ഇവാലുവേഷനിൽ പ്രധാന അധ്യാപകൻ ഒരു അമ്മയെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. പക്ഷേ കാരണം പബ്ലിക്കിന് ഒരിക്കലും ഒരു മനുഷ്യനെയും, എവറി പേഴ്സൺ ഈസ് യൂണീക്ക്, അതൊരു അടിസ്ഥാന പ്രമാണം. എല്ലാ മനുഷ്യരും യൂണീക്കാണ്. ഒരിക്കലും പരസ്യമായിട്ട് ഒരാളുടെ കുറവുകൾ വിളിച്ച് പറഞ്ഞവരെ അവഹേളിക്കുക, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, ഒരു പക്ഷേ അവരെ സംബന്ധിച്ചോളം നല്ല റിസൾട്ട് വേണം, സത്യമാണ്. അപ്പോൾ അമ്മയോട് ചോദിച്ചു, നിങ്ങളുടെ കൊച്ചിൻ്റെ മാർക്കൊക്കെ അറിയാമല്ലോ, എന്തിയാ ഇവിടെ ഇവൻ്റെ അപ്പൻ എനിക്കറിയാമല്ലോ കൊണ്ടുവരത്തില്ലെന്ന്, അമ്മയും മോനും കൂടെ ഒത്തു കളിക്കുകയല്ലേ, എന്തിയാ ഇവൻ്റെ അപ്പൻ? അപ്പോൾ അമ്മ ഇരുന്നങ്ങ് ചൂളി, ഒന്നും അവനിച്ചിരി മിണ്ടാ നിൽക്കുക. എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കയറി വരുമ്പോൾ, എൻ്റെ വണ്ടിയെ ഞാനിങ്ങനെ വരുമ്പോൾ അവർ നടന്ന് മേളിൽ കയറി നിൽക്കുക. ഒരു നല്ലൊരു ആൻറ്റി, ഒരു കുഞ്ഞ്, അവനിച്ചിരി പഠിക്കാൻ മോശമാണ്. ഞാനിങ്ങനെ കയറി വന്നപ്പോൾ അവരിങ്ങനെ വണ്ടിക്ക് കൈ കാണിച്ചു. ഞാൻ വണ്ടി നിർത്തി, ക്ലാസ് കാത്തു. ക്ലാസ് അല്ലേ? ആണോ, ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ അറിയാതെ ഇറങ്ങിപ്പോയി. എന്നിട്ട് അവരെന്നോടൊരു ചോദ്യം ചോദിച്ചു, ബുദ്ധി കുറഞ്ഞൊരു കൊച്ചിനെ പെറ്റുപോയത് എൻ്റെ കുറ്റമാണോ ദൈവത്തിൻ്റെ കുറ്റമാണോ? പറഞ്ഞിട്ട് പോയാൽ മതി ഉപദേശി. പിന്നെ ചോദിച്ചില്ലേ എന്തിയാ ഇവൻ്റെ അപ്പനെന്ന്? അവൻ്റെ അപ്പം വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞില്ല. എന്നാ കാര്യം എന്നറിയാവോ? ഇപ്പം അപ്പനെയും കൊണ്ട് വന്നായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് അവനെ താഴെ ഇട്ടേനെ, തടസ്സം പിടിച്ചാൽ എന്നെ അടിച്ചേനെ, പിന്നെ സാറ് വല്ലതും പറഞ്ഞാൽ തൂക്കിയെടുത്ത് എറിഞ്ഞേനെ. അതാണ് ഇവൻ്റെ അപ്പം. പറയണോ? അതുകൊണ്ടാണ് പറയാഞ്ഞേ. അവരുടെ സങ്കടം ഞാൻ കണ്ടു. അപ്പോൾ ഈ പിമ്പിലൊക്കെ പോയാൽ എന്തു ചെയ്യും? പിമ്പിപ്പോയവരെ കർത്താവ് മുമ്പിൽ കൊണ്ടുവരും. യാക്കോബ് പുസ്തകം പറയുന്നു, നിങ്ങൾ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ആരോട് ചോദിക്കണം? ഔദാര്യമായി അവനെ ഭത്സിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കണം.
എൻ്റെ പൊന്നുമക്കളെ, ഭൗതികമായ ദാരിദ്ര്യം അനുഭവിക്കുന്നതിൻ്റെ കൂടെ കർത്താവ് ഇങ്ങനെ കാണും. ഞാനൊരു വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു കുഞ്ഞ് പ്രാർത്ഥിക്കുക, ചങ്ക് മുറിഞ്ഞു പോയി. അവിടേക്ക് ഈ മെസ്സേജ് എപ്പോഴും വരുന്നത് അനുഭവങ്ങളിൽ നിന്നാണ്. നമ്മൾ കിട്ടുന്ന അനുഭവങ്ങൾ നമ്മൾ തപ്പുമ്പോൾ നമുക്കതിനോട് ദൂത് കിട്ടും. ഒരു കൊച്ചു കുഞ്ഞ് സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവർ കുടുംബ പ്രാർത്ഥന ഇങ്ങനെ ഇരിക്കുകയാണ്, അവിടെ പ്രാർത്ഥന കേട്ടോണ്ട്. അപ്പോൾ ആ കൊടുത്ത കൊച്ചു കുഞ്ഞ് മുട്ട ഇന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, യേശുപ്പച്ചാ ഞാനിന്ന് സ്കൂളിൽ പോയി അപ്പച്ചാ ആ ടീച്ചർ ഏണ്ടെല്ലാം പഠിപ്പിച്ചപ്പച്ചാ എനിക്കൊന്നും മനസ്സിലായില്ല എൻ്റെ അപ്പച്ചാ, എനിക്ക് മനസ്സിലായില്ലെന്ന് അവർക്ക് മനസ്സിലായില്ല അപ്പച്ചാ, ആ ടീച്ചർ എന്നെ തല്ലിയപ്പച്ചാ, എനിക്ക് നൊന്തപ്പച്ചാ. ഒരു കാര്യം അപ്പച്ചോട് പറഞ്ഞേക്കാം, ഒന്നീ ബുദ്ധി കയറണം, അല്ല ആ ടീച്ചറെ പറഞ്ഞു വിടണം. സീരിയസ് ആയിട്ട് മുട്ടയിന്ന് പ്രാർത്ഥിക്കുക. ഒന്നീ അവരെ പറഞ്ഞു വിട്, അല്ല എനിക്ക് എന്തോവാ ബുദ്ധി വാ. എനിക്കത് കേട്ടപ്പം തോന്നി കർത്താവ് അവൻ്റെ കൂടെ കാണും. കാരണം എന്നാണെന്നറിയാമോ, യെരുശലേമിലേക്ക് യേശു കർത്താവ് ഇങ്ങനെ വരുന്നുണ്ട്. എന്തിൻ്റെ പുറത്താ വന്നേ? എനിക്കത് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. കുതിരപ്പുറത്താണ് വന്നേ. ഞാൻ ഒത്തിരി വട്ടം കഴുതപ്പുറത്താണ്. കുതിരപ്പുറത്താണോ? അല്ല. ഇതാ സിയോൻ പുത്രിയോട് നിൻ്റെ രാജാവ് സൗമ്യനായി വാഹനമൃഗത്തിൻ്റെ പുറത്ത് എഴുന്നള്ളി വരും. എനിക്കതെന്നും ഒരു ബുദ്ധിമുട്ടായിരുന്നു. എന്തിനായി കഴുതപ്പുറത്ത് വന്നേ? ഒരു രാജാവൊക്കെ വരുമ്പം കുതിരപ്പുറത്ത് വരണ്ടേ? ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എൻ്റെ കർത്താവിനോട് ഉത്തരം പറഞ്ഞു. ഞാൻ എൻ്റെ വായനാമുറി കർത്താവിനോട് ചോദിച്ചു, കർത്താവേ കഴുതപ്പുറത്ത് വന്ന് മോശമായി പോയില്ല, നാണക്കേടല്ലേ, കുതിരപ്പുറത്തൊക്കെ വരണ്ടേ ഒരു രാജാവ്? അപ്പോൾ കർത്താവിനോട് തിരിച്ചു ചോദിച്ചു, ഞാൻ കുതിരപ്പുറത്താണ് വന്നിരുന്നെങ്കിൽ കുതിര നടന്നാൽ ഒപ്പം എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓടണം. കുതിര ഓടിയാലോ നമ്മളെങ്ങനെ എത്തുമോ? ഇല്ല. കുതിര ഓടിയാൽ മനസ്സിലായില്ലെന്ന് പറഞ്ഞ് ഈ കുഞ്ഞെങ്ങനെ ചെല്ലും? ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും നോട്ട് പകുതിയാകാത്ത കുഞ്ഞെങ്ങനെ ഓടിച്ചെല്ലും? പക്ഷേ അവനും ചെല്ലാവുന്ന പാകത്തിൽ ഒരാളിങ്ങനെ പെതുക്കെ നടക്കുന്നുണ്ട് കഴുതപ്പുറത്ത്. അത് നമ്മുടെ കർത്താവാ. അത്ര സ്ലോയായവനും തള്ളയാടുകളെ പെതുക്കെ നടത്തി കുഞ്ഞാടുകളെ തോളിലെടുത്ത് കൊണ്ടുവരുന്ന ഒരു കർത്താവ്. ആ കർത്താവ് നമ്മുടെ കർത്താവ്. ഭൗതികമായ ദാരിദ്ര്യം. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബുദ്ധിപരമായി പുറകിൽ വെക്കുന്ന മക്കളെ, പരീക്ഷയുടെയൊക്കെ സമയം വരുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്താവും ചിന്തിക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരെ, ഒരു കാര്യം പറയട്ടെ. എബേസ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ അനുഗ്രഹിക്കണം, എൻ്റെ അതിരിനെ വിശാലമാക്കണം, അങ്ങയുടെ കരം എൻ്റെ കൂടെ ഇരിക്കണം, അല്ലെ അനർത്ഥങ്ങൾ വ്യസനേതുവാകാതെ കാക്കണം. എബേസ് മാന്യനായിരുന്നു നാം കാണുന്നു, സഹോദരന്മാരെക്കാൾ മാന്യനായി. എന്നാൽ കാലം മുമ്പോട്ട് പോയപ്പോൾ ആ പട്ടണം എബേസിൻ്റെ പേരിൽ അറിയപ്പെട്ടു. അന്നത്തെ ശാസ്ത്രിമാർ പാർത്ത പട്ടണത്തിൻ്റെ പേര് എബേസിൽ പാർത്ത ശാസ്ത്രിമാരുടെ പേരാവിതെന്ന് പറഞ്ഞ് ഈ പുസ്തകത്തിൽ വരുത്തക്കവണ്ണം തമ്പുരാൻ മാറ്റം വരുത്തിയെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, എൻ്റെ ദൈവം ഭൗതികമായ ദാരിദ്ര്യമുള്ളവനെ മുമ്പിൽ കൊണ്ടുവരുവാൻ കഴിവുള്ള ദൈവമാണ്. എൻ്റെ കുഞ്ഞുമക്കളെ, എൻ്റെ മക്കളെ, ചിലപ്പം മിടുക്കരൊക്കെ കയറിപ്പോകുന്ന ലോകത്ത് എൻ്റെ കുഞ്ഞെന്തായി തീരുമെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളെ, ഈ രാത്രി ഒരു കാര്യം, മത്സിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കണം. ആര് ചോദിക്കണം? നിങ്ങൾ ചോദിക്കണം. ഞാൻ പല സാക്ഷ്യങ്ങൾ പലയിടത്തും പറയാറുണ്ട്. അതിൽ 2-3 സാക്ഷ്യം പറയാം, വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ഒന്ന് പൗരോഷിനി പലപ്പോഴും പറയുന്ന സാക്ഷ്യമാണ്. അത് ഡാനി എന്ന് പറയുന്ന മോൻ്റെ സാക്ഷ്യമാണ്. ഒത്തിരി വട്ടം ഞാനത് പറഞ്ഞു, വീണ്ടും പറയുന്നു, സന്തോഷം കൊണ്ട് പറയുക. ഡാനി മിക്കപ്പോഴും പൗരോഷിനി വരും, നല്ല ഡ്രമ്മറാണ്. അങ്ങനെ ഡാനി 10ാം ക്ലാസ് പാസ്സായി, 11th പോയി. പക്ഷെ ഡാനി പഠിത്തം നിർത്തി. ഡാനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലാകാഞ്ഞുകൊണ്ട് അവൻ സ്കൂളിൽ പോക്ക് നിർത്തി. അങ്ങനെ ഡാനിയുടെ അമ്മ കരഞ്ഞ് അവനെ എന്ത് ചെയ്യും? ഒടുവിൽ അവനെ ഒരു സ്കൂളിൽ ഒരു ഫോട്ടോഷോപ്പ് കടയിൽ തൊഴിൽ പഠിപ്പിക്കാൻ പറ്റും. കാലം മുമ്പോട്ട് പോയി. 3 മാസത്തോളം അമ്മ അവൻ്റെ പുസ്തകം എല്ലാം എടുത്ത്, എല്ലാ പിള്ളേരും സ്കൂളിൽ പോകുമ്പോൾ ഡാനി കടയിൽ ജോലിക്ക് പോവുക. അവന് പഠിക്കാൻ വയ്യ. അവൻ്റെ അമ്മ പുസ്തകം എല്ലാം എടുത്ത് വെച്ചിട്ട് മുട്ടുകുത്തി കരയാൻ തുടങ്ങി. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് പഠിക്കില്ലേ. പക്ഷെ ഒരു ദിവസം ഡാനിക്ക് ഒരു ഉൾവിളി. ഡാനി മോൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ സ്കൂളിൽ പോയിക്കോളാം. ഡാനി സ്കൂളിൽ പോയി, കഷ്ടിച്ച് +2 പാസ്സായി, ഡിഗ്രി പാസ്സായി, MA റാങ്ക് പാസ്സായി, MSW എടുത്തു. ഇന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററി PhD തീർത്തു. പക്ഷെ ഡാനിയുടെ അമ്മ പറയും, 11ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് പഠിത്തം നിർത്തിയ ഡാനിയുടെ അമ്മ പുസ്തകം എടുത്തു വെച്ച് മുട്ടുകുത്തിയപ്പോൾ അവരുടെ കണ്ണീർ അവൻ്റെ മേൽ വീണപ്പോൾ
ഇന്ന് ഡാനിയെ PhD കാരനാക്കിയ ദൈവം നമ്മുടെ ദൈവമാ. ദരിദ്രന്റെ ലോകത്ത് ഇറങ്ങി വരുന്നൊരു കർത്താവുണ്ട്. ദരിദ്രന്റെ ലോകത്ത് ഇറങ്ങി വരുന്നൊരു കർത്താവുണ്ട്. ഈ രാത്രി ആ കർത്താവ് ഈ ഓഡിറ്റോറിയത്തിനകത്ത് വന്നിട്ടുണ്ട്. ദരിദ്രന്റെ ലോകത്ത് എന്നും വരുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് രാജു സാർ എന്ന് പറയുന്ന ഒരു സാറ് ഇന്നൊരു പ്രിൻസിപ്പലും ഒരു സ്കൂളിൻ്റെ മാനേജരൊക്കെ വലിയ ആളാണ്, വലിയ വിദ്യാഭ്യാസ വിചക്ഷണനാണ്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം 8ാം ക്ലാസ്സിൽ തോറ്റുപോയി. എല്ലാത്തിനും ജായ്സാറിനെ കൊണ്ടുവന്ന് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൗർവിഷനെ സാക്ഷ്യം പറയിപ്പിച്ചു. 8ാം ക്ലാസ്സിൽ തോറ്റുപോയി. ഒടുവിൽ കെമിസ്ട്രിക്ക് കിട്ടിയ മാർക്ക് 1 മാർക്ക്. അച്ഛൻ പറഞ്ഞു, ഇനി നീ സ്കൂളിൽ പോകണ്ട, നീ സ്കൂളിൽ പോയിട്ട് കാര്യമില്ല. പക്ഷേ അച്ഛന് ചായക്കടയുള്ളതുകൊണ്ട് കടയിൽ ചായ പഠിക്കാൻ നിർത്തി. അവൻ ചായ അടിക്കാൻ തുടങ്ങി. എല്ലാ പിള്ളേരും രാവിലെ സ്കൂളിൽ പോകുമ്പോൾ, സതീർത്ഥരെല്ലാം സ്കൂളിൽ പോകുമ്പോൾ, സമപ്രായക്കാർ പോകുമ്പോൾ അവൻ ചായ അടിച്ചു. രാജു എന്ന കുഞ്ഞ് ചായ അടിച്ചു. അമ്മയ്ക്ക് സങ്കടമായി. എൻ്റെ കുഞ്ഞ് പഠിത്തം നിർത്തി. ഒരു രാത്രി അമ്മ ഉറങ്ങുമ്പോൾ ഒരു ദൈവദാസൻ അമ്മയെടുക്ക് ദർശനത്തിൽ വരുന്ന ഒരു അനുഭവം അമ്മയ്ക്കുണ്ടായി. അമ്മയ്ക്കറിയാവുന്ന പ്രായമുള്ള ഒരു ദൈവദാസൻ വന്ന് വഴക്ക് പറയുന്നു, ഡേ നിൻ്റെ കൊച്ചിനെ നീ ചായ അടിക്കാൻ നിർത്തിക്കോണം, മര്യാദയ്ക്ക് പറഞ്ഞേക്കാം കൊച്ചിനെ പറഞ്ഞ് സ്കൂളിൽ വിടണം. അമ്മ രാവിലെ എഴുന്നേറ്റ് അപ്പനോട് പറഞ്ഞവനെ സ്കൂളിൽ വിടണം. അപ്പം പറഞ്ഞില്ല, അവൻ ചായ അടിക്കാൻ പഠിച്ചു, ഇനി വിടല്ലേ. പക്ഷേ അമ്മ അച്ഛനോട് വഴക്കുണ്ടാക്കി, അവൻ്റെ ജോലി കൂടെ ഞാൻ ചെയ്തോളാം. അങ്ങനെ അമ്മയും അച്ഛനും കൂടെ വാതുവെച്ച് ഒടുവിൽ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛൻ മോനെ സ്കൂളിൽ വിട്ടു. രാജു എന്ന കുഞ്ഞ് 10ാം ക്ലാസ് പാസ്സായി, പ്രീ ഡിഗ്രി പാസ്സായി, ഡിഗ്രി പാസ്സായി, പൊളിറ്റിക്കൽ സയൻസിൽ MA റാങ്കിൽ പാസ്സായി, സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MDH വരെ പാസ്സായി, BD ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് പാസ്സായി. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ PhD എടുത്ത് ഇന്നൊരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയ രാജുവിനെ അമ്മ കരഞ്ഞപ്പം തമ്പുരാൻ ഇറങ്ങി വന്ന് സ്കൂളിൽ വിടാൻ പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഭൗതിക ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ്റെ ലോകത്ത് ഇറങ്ങി വരുന്നൊരു യേശുവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ കുഞ്ഞിന്, എൻ്റെ കൊച്ചുമോന്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, അല്ല എനിക്ക് കർത്താവെ വലിയ കഴിവൊന്നുമില്ല, വലിയ ഗുണമൊന്നുമില്ല ഉയരാൻ. എനിക്കറിയാവുന്ന എൻ്റെ കൂടെയുള്ളൊരു കൊച്ചുണ്ട്, സാം വലിയ മിടുക്കനൊന്നുമല്ല. അവൻ്റെ അമ്മ ഇപ്പോഴും പറയും അവൻ ജീവിതത്തിൽ 2 അക്കം മാർക്ക് ആദ്യം മേടിക്കുന്നത് 10ാം ക്ലാസ്സിലാണ്. പക്ഷേ അവനിന്ന് BTech പാസ്സായി. അവൻ്റെ BTech ഫുള്ള് പേപ്പർ കിട്ടി. മിടുക്കർക്ക് പോലും പേപ്പറുകൾ ബാക്കിയുള്ളപ്പോൾ. പക്ഷേ സാം എന്നും ഹോളി വരും. എല്ലാ ദിവസവും ഏതുവഴി 2-3 പ്രാവശ്യം ഹോളിനകത്ത് വന്ന് മുട്ടുകുത്തി ഏതെങ്കിലും മൂലയിരുന്ന് പ്രാർത്ഥിക്കും, സാമിന് കഴിവില്ലേ, സഹായിച്ചോണേ. എൻ്റെ ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ പോഷത്വമാനത്തൻ. കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിഷയം വലിയ മെടുക്കലൊന്നുമല്ല കർത്താവേ. അങ്ങനെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരൊക്കെ കര ഉയർത്തി പ്രാർത്ഥിച്ച് എല്ലാം കണ്ണും അടച്ച് ആരെയും നോക്കണ്ട. കുഞ്ഞുങ്ങളെ ഏത് വിഷയം പാട് കർത്താവിൻ്റെ അടുക്കലോട്ട് വരണം. ആ പുസ്തകം എടുത്തിങ്ങനെ മുമ്പിൽ വെക്കണം. എന്നിട്ട് ആവത്തെ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. പഠിക്കാതിരിക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ സാക്ഷ്യം കേട്ട് ഒരു കസാര എടുത്ത് അപ്പുറത്തിട്ടിട്ട് പറയും, യേശപ്പച്ച പാടാ, ഇവിടെ ഇരുന്ന് എനിക്ക് പറഞ്ഞു തരണം. ട്യൂഷന് പോകാൻ പൈസയില്ല, ഇവിടെ ഇരിക്കണം, പറഞ്ഞു തരണം. അരക്കാശിന് മുതലില്ലാതെ, തലചായ്പാൻ ഇടമില്ലാതെ 33 കൊല്ലം ദരിദ്രനായി ജീവിച്ച യേശു നിന്റെ കുഞ്ഞിൻ്റെ ഭൗതിക ദാരിദ്ര്യത്തിന്മേൽ പ്രവർത്തിക്കാൻ ശക്തനാ. കരമുയർത്തി പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചു. അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ, മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. 33 കൊല്ലം കർത്താവേ നീ രൂപം
സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലെയോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലെയോ രൂപം വേറെ. കരമുയർത്തി ജന്മസ്ഥലം വഴിയാമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. ജന്മസ്ഥലം വഴിയാമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. ഓ കർത്താവേ, രൂപമെനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ, നിൻ രൂപമെനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലെയോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലെയോ രൂപം വേറെ. കരങ്ങൾ ഉയർത്തി അരക്കാശിന് വകയില്ലാതെ തലചായ്ക്കാനും സ്ഥലമില്ലാതെ. അരക്കാശിനു മുതലില്ലാതെ തലചായ്ക്കാനും സ്ഥലമില്ലാതെ. 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോനെ. 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോനെ. ഈ രാത്രി കർത്താവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ചിലരുടെ ബുദ്ധിമണ്ഡലത്തെ കർത്താവ് തുറക്കും, ചില പിമ്പരെ കർത്താവ് ഒമ്പരാക്കുക. കൂട്ടുകാരി പരമായി ആനന്ദ തൈലം കൊണ്ട് നിറയ്ക്കുക. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഘോഷത്വമായി തെരഞ്ഞെടുത്ത ദൈവം. ലൈവിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുക. ലൈവിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടുക്കൽ വിളിച്ച് പ്രാർത്ഥിക്കുക. അവിടെ മേൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാതെ വണ്ണം അടയ്ക്കാനും കഴിവുള്ള വിശുദ്ധനും സത്യവാനും എന്ന പേരുള്ള ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ള ദൈവത്തിന്റെ ഒരു വാക്ക് യഫദ തുറന്നു വരട്ടെ. തുറക്കട്ടെ അവന്റെ ബുദ്ധിമണ്ഡലം യേശുവിന്റെ നാമത്തിൽ. ആ കുഞ്ഞിനെ നോക്കി ഇവിടുന്ന് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ദൂരെ വിടുതലുകൾ നടക്കട്ടെ. അവന്റെ ബുദ്ധിമണ്ഡലം തുറന്നു വരട്ടെ. ആകാശത്തിന്റെ നല്ല കിളിവാതിൽ തുറക്കട്ടെ. സ്തുതിച്ചാരാധിക്കുക. ഈ സമയത്ത് ദൈവത്തിന്റെ കരം ചിലതിനെ തുറക്കും, വിധികളെ മാറ്റിയെഴുതും. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. അത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. കൂട്ടുകാരി പരമായി ആനന്ദ തൈലം കൊണ്ട് നിറയ്ക്കും. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ there is a God who can do far more abundantly than what we think or ask. നാം ചോദിക്കുന്നത് നനയ്ക്കുന്നത് അത്യന്തപരമായി. കുഞ്ഞുങ്ങളെല്ലാം സ്തുതിച്ച് ആരാധിച്ച് ശബ്ദം തുറന്ന് സ്തുതിച്ച് എല്ലാം കൈയടിച്ച് കണ്ണടച്ച് യേശുവെ നന്ദി എന്ന് പറഞ്ഞ്, യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. ഇത് പറയുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമണ്ഡലം തുറക്കും. യേശുവെ നന്ദി. കുഞ്ഞുങ്ങളെല്ലാം കണ്ണടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ പേര് പറഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥിച്ച്
അത് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ വചനം പറയാൻ പോകുകയാണ്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാതെ വണ്ണം അടയ്ക്കാനും കഴിവുള്ള വിശുദ്ധനും സത്യവാനും എന്ന പേരുള്ള ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ള യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ നോക്കി കൽപ്പിക്കുന്നു, തുറന്നു വരട്ടെ. അവർ നന്മയ്ക്ക് ജ്ഞാനികളാകട്ടെ, തിന്മയ്ക്ക് അജ്ഞാനികളാകട്ടെ, നന്മയ്ക്ക് ജ്ഞാനികളാകട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, എൻ്റെ യേശുവേ നന്ദി, എൻ്റെ യേശുവേ നന്ദി. ഈ ജലത്തെ സ്പർശിക്കണേ. യേശുവേ നന്ദി. ദരിദ്രനായി തീർന്ന ക്രിസ്തുവേ, ഒന്ന് ഭൗതികമായ ദാരിദ്ര്യമാണ്. രണ്ടാമത്തെ ഒരു ദാരിദ്ര്യ മേഖലയാണ് സാമൂഹികമായ ദാരിദ്ര്യം. അത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്, അന്നും ഇന്നും എല്ലാം. നമുക്കറിയാം, ജാതി വ്യവസ്ഥത, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മയൊക്കെ നിലനിന്നിരുന്നൊരു സ്ഥലമാണ് നമ്മുടെ സ്ഥലം. ഇന്നും അത് വളരെ പ്രിവലൻ്റ് ആയിട്ടുള്ളൊരു രോഗമായത്. ജാതി വ്യവസ്ഥത ഒത്തിരി പ്രിവലൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ താഴെ പോയവർക്ക് ഉയർന്നു വരാൻ പാടാണ്. ഒരു പക്ഷേ കാശുള്ളവരുടെ മക്കളൊക്കെ UK അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കുമ്പോൾ മുമ്പോട്ട് പോകാൻ അവരുടെ സാമൂഹിക സ്ഥിതി അനുവദിക്കാത്തവർ, കൊമ്പനെന്നും കഞ്ഞി കുമ്പിള്ള. പക്ഷെ എനിക്കൊരു കർത്താവിനെ അറിയാം, ദരിദ്രനെ ഇങ്ങനെ കുപ്പയെന്നുയർത്തി പ്രഭുക്കന്മാരുടെ പന്തിയിരുത്തുന്ന ഒരു ദൈവമാണ്. സോഷ്യൽ പോവർട്ടി ഉണ്ട്. അപ്പനും അമ്മയ്ക്കൊക്കെ ആർക്കെങ്കിലും ഒരാൾക്ക് ഭ്രാന്തായ, അപ്പം കുടിയനായ, മളക്കുള്ള ആ കുട്ടിച്ച് റോഡേ നടക്കുന്ന ഒരപ്പനാണെങ്കിൽ, എത്ര മിടുക്കനാണെങ്കിലും കൊച്ചിൻ്റെ കല്യാണം വരും പറയും, നമുക്കത് എന്ത് ചെയ്യണ്ട, വേണ്ട, കുടിയൻ്റെ മോന അല്ല കുടിയൻ്റെ മോള. അതെന്നും അവർക്ക് കെട്ടിച്ച വിട്ട വീടിൻ്റെ മുമ്പിൽ പോലും നാണക്കേടാ, ബന്ധുക്കാരുടെ മുമ്പിൽ കുറച്ചില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അവിടുത്തെ നോക്കി അവരത് തന്നെ പറഞ്ഞു, ഇവനെ അറിയത്തില്ല, തച്ചൻ്റെ മോനാ, തച്ചൻ്റെ മോനാ, കുടിയൻ്റെ മോനാ, വട്ടൻ്റെ മക്കളാ, ജാതി കുറഞ്ഞതാ. നോക്കൂ, ആരെയും കുപ്പയെന്നുയർത്തി പ്രഭുക്കന്മാരുടെ പന്തി കൊണ്ടുവന്ന് ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയെ മാറ്റുന്ന ദൈവമുണ്ട്. എളിയവനെ കുപ്പയെന്നുയർത്തും. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വലിയ കുടുംബമഹിമ പറയാനുള്ളവർ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു കുലമഹിമയും പറയാനില്ലെങ്കിലും തമ്പുരാൻ നമ്മളെ ഉയർത്തിയത് ദൈവത്തിൻ്റെ ജ്ഞാനം. അവനെ നോക്കി പറഞ്ഞില്ലേ, അവൻ തച്ചൻ്റെ മോനാന്ന്. അതുകൊണ്ട് തന്നെ പത്രോസിനെയും കൂട്ടനെയും നോക്കി പറഞ്ഞില്ലേ, ഇവർ സാധാരണക്കാരാ, അവർക്ക് സ്കൂൾ വിദ്യ കണ്ട് മുക്കവ പിള്ളേരുടെ അവിടെ സ്ലാങ് അതായിരിക്കും, അവരുടെ ഭാഷ അതായിരിക്കും. പക്ഷേ അവരെ ഉയർത്തി ലോകത്തിൻ്റെ മുമ്പിൽ നിർത്താൻ കഴിവുള്ള ഒരു ദൈവം. ഇന്ന് രാത്രി പറയട്ടെ, നിൻ്റെ സാമൂഹിക സ്ഥിതി, നിൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി നല്ലതായിരിക്കത്തില്ല, മെച്ചമായിരിക്കത്തില്ല. പക്ഷേ ദൈവം എളിയവനെ കുപ്പയെന്നുയർത്തി പ്രഭുക്കന്മാരുടെ പന്തിക്കൊണ്ടിരുത്താൻ കഴിവുള്ള ദൈവ, സാമൂഹ്യ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ദൈവ. ഞാനൊരു പെന്തക്കോസ്തുകാരനായതുകൊണ്ട് പറയുകയാണ്, ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്. അതെൻ്റെ അഭിമാനമാണ്, എൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഞാനൊരു പെന്തക്കോസ്തിലെ പാസ്റ്ററാണ്. ഞാൻ എക്യുമെനിക്കൽ കൺവെൻഷനിൽ പ്രസംഗിക്കാറുണ്ട്, സോഷ്യൽ മീഡിയ കൂട്ടായ്മകളിൽ പോകാറുണ്ട്. പക്ഷേ എന്നും എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ ആരാണ്? പെന്തക്കോസ്തുകാരനാണ്. അതിനകത്ത് എനിക്ക് അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ പെന്തക്കോസ്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ഐഡൻറ്റിറ്റി മറച്ചു വെക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ പെന്തക്കോസ്തുകാരനാണ്. ഈ പെന്തക്കോസ്തുകാരെ ഭയങ്കരമായിട്ട് കളിയാക്കിയ ഒരു കാലമുണ്ട്. പെന്തക്കോസിൽ ചേരണം. ഞങ്ങൾ കൊച്ചിലെ സ്കൂളിൽ പോകുമ്പം ഞങ്ങളുടെ വീട്ടിൽ യോഗം ഉണ്ടായിരുന്നുകൊണ്ടും പെന്തക്കോസുകാരായതുകൊണ്ടും ഞങ്ങളെ കാണുമ്പോൾ സാറുമാരിപ്പോൾ പറയുകൊണ്ടും പെന്തക്കോസിൽ ചേരണം, കപ്പയും മീനും തിന്നണം. പിന്നെ വേറെ കുറച്ച് ഭാഷയോടെ പറയും, പെന്തക്കോസിൽ ചേരണം, കപ്പയും മീനും തിന്നണം. പക്ഷേ
അന്ന് കപ്പയ്ക്ക് വിലയില്ലായിരുന്നു, പെന്തക്കോസുകാർക്കും വിലയില്ലായിരുന്നു. അതുകൊണ്ട് പെന്തക്കോസുകാരുടെ മീറ്റിങ്ങിലെല്ലാം എന്തോ ഉണ്ടായിരുന്നു? കപ്പയാണ്. കപ്പയ്ക്ക് അന്ന് സ്റ്റാറ്റസ് ഇല്ല. സ്റ്റാറ്റസ് കുറഞ്ഞവൻ്റെ ഭക്ഷണമായിരുന്നു എന്ത്? കപ്പ. പാവങ്ങളെല്ലാം കൂടെ യോഗം കഴിയുമ്പം കപ്പ പുഴുങ്ങി ജണ്ടമുറിയൻ കപ്പയും ഗാന്ധാരി സമ്മന്തിയും കൂട്ടി അവർ കഴിച്ചു, കപ്പയും മീനും കൂട്ടി. പക്ഷേ ഇന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു, ഏത് വലിയ കല്യാണത്തിന് പോയാലും കപ്പയൊരു കൗണ്ടറാണ്. കപ്പ ബിരിയാണി, കപ്പയും മീനും, പിന്നെ എന്തെല്ലാം കപ്പയുടെ വെറൈറ്റി. ബാക്കി മട്ടൻ ബിരിയാണി അവിടെ ഇരിക്കും, തീരുന്നത് എന്തായിരിക്കും? കപ്പയായിരിക്കും. എന്നാ കാര്യം? ഒരിക്കൽ ഞങ്ങളെ കപ്പ പറഞ്ഞ് കളിയാക്കിയവരെ ഇപ്പം നിങ്ങൾ കപ്പ തിന്നുന്ന കണ്ടോ? കപ്പയ്ക്ക് മാന്യത കിട്ടിയോ? ഏത് വലിയ പരിപാടിക്ക് പോയാലും ഇപ്പം എന്തോ ഉണ്ട്? കപ്പയും മീനും ഉണ്ട്. അച്ചായ കളിയാക്കിയതിനെ തമ്പുരാൻ പൊക്കിയെടുത്ത് മാനിച്ചു ഇല്ലേ? അപ്പോൾ ഒരു കാര്യവും ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ പോഷത്വമായി. കപ്പ എന്ന് പറയുന്ന സാധനമല്ലേ മക്കളെ? ഈ കപ്പ എന്ന് പറഞ്ഞാൽ അറിയാം എന്തുവാന്ന്? അതിന് ഇംഗ്ലീഷ് എന്തുവാ? എന്തോ? ടാപ്പിയോക്കെ. അതാരാ പറഞ്ഞേ? മോളാണ് പറഞ്ഞത്. ടാപ്പിയോക്കെ. നല്ലപോലെ ഒന്ന് പ്രൊണൗൺസ് ചെയ്തേ. കറക്റ്റ് പ്രൊണൗൺസ്, വളരെ കറക്റ്റ്. എങ്ങനെ കിട്ടിയെന്നറിയാം പേര്? സായിപ്പ് നമ്മുടെ നാട്ടിൽ വന്നപ്പം നമ്മുടെ അച്ചായൻ കപ്പ പറിച്ചുകൊണ്ടിരിക്കുക. അപ്പം കപ്പയ്ക്ക് ഇങ്ങനെ ചിക്കിക്കൊണ്ടിരിക്കുമ്പോൾ സായിപ്പ് അച്ചായനോട് ചോദിച്ചു, വേർ ഈസ് ദ ഫുഡ്? അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, സായിപ്പ് മൂട്ടി തപ്പി നോക്കാൻ പറഞ്ഞു. അങ്ങനെ തപ്പി നോക്കിയപ്പോഴാണ് അതിനെന്തോ പേര് കിട്ടിയേ? തപ്പിയോക്കിയ. പിടി കിട്ടിയോ? അതാണ് എന്ത്? കപ്പ. ഓക്കെ, ടപ്പിയോക്കിയ. അപ്പോൾ എനിവേ ഈ ടപ്പിയോക്കായ്ക്ക് ഇപ്പം എന്താ കിട്ടി? ടപ്പിയോക്കയുടെ സാമൂഹിക സ്ഥിതി മാറിയോ ഇല്ലയോ? മാറിയെങ്കിൽ ഒന്ന് അമ്മയും പറഞ്ഞു. മാറിയല്ലോ. വിലയും കൂടി ഇപ്പോൾ 60 രൂപയൊക്കെ ആയി. എന്താ കാര്യം? അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായി തിരഞ്ഞെടുക്കുമ്പോൾ ഈ കൂട്ടത്തിൽ എളിയവനെ കുപ്പയിൽ ഇങ്ങനെ ഉയർത്തി, എളിയവനെ കുപ്പയിൽ ഉയർത്തി. ചേട്ടന്മാരെല്ലാം പഠിക്കാൻ മിടുക്കർ, കുടുംബക്കാരെല്ലാം മിടുക്കർ. ഒരുത്തൻ അവിടെ പശുവിനെ വളർത്തി മാറി നിൽക്കുമ്പോൾ അവനെ കല്യാണത്തിന് വിളിക്കില്ല, അവനെ കൊണ്ടുപോകത്തില്ല. പക്ഷേ കാലം മാറും, കുപ്പയിന്ന് ഉയർത്തും. അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും, ഓ അരക്കാശിന് തലചായ്പാനും 30 നമ്മുടെ ഈ സോഷ്യൽ പോവർട്ടി ഉണ്ട്, സാമൂഹ്യമായ ദാരിദ്ര്യം. ഉപ്പപ്പന്മാരും അമ്മാച്ചന്മാരും ഒക്കെ വലിയ വലിയ കാശുകാരും മുതലാളിമാരൊക്കെ ആണെങ്കിൽ കുടുംബത്തിനിങ്ങനെ താഴെ കിടക്കുന്ന കുറച്ച് പേര് കാണും. അവർ ചിലപ്പം പറയും എല്ലാ പരിപാടിക്കും ഇവരൊഴിവാക്കപ്പെടും. പക്ഷേ നാളെ കാലം മാറും, നിന്റെ മക്കളെ തമ്പുരാനിങ്ങനെ ഉയർത്തും. അന്ന് നമ്മൾ സാക്ഷ്യം പറയും, എളിവനെ കുപ്പിന്ന് ഉയർത്തി. കൂട്ടുകാരി പരമായി ആനന്ദ തൈലം കൊണ്ട് നിറയ്ക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് ആരാധിച്ച് ആരും ഇന്ന് രാത്രി വെറുതെ ഇരിക്കരുത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ ഈ എളിവൻ പറയാ, ആ കുഞ്ഞു കുടിയൻ്റെ മോനാ, വട്ടൻ്റെ മോനാ, പിഴച്ചതാ, നല്ല കുടുംബത്തിലെ അല്ല. എന്നാൽ എൻ്റെ കുഞ്ഞ്, നിന്നെ ഉയർത്തി നിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവമുണ്ട്, സ്ഥിതി മാറ്റുന്ന ദൈവമുണ്ട്, സ്ഥിതി മാറ്റുന്ന ദൈവമുണ്ട്. റിക്ക രാജ റൈഡ രാജ ഹംദ റിഗജ റബന. സ്തുതിച്ച് എല്ലാവരും ആരാധിച്ച് ഒരാൾ പോലും വെറുതെ ഇരിക്കരുത്. ഇതിനകത്ത് കാഴ്ചക്കാരില്ല. ഇതിന്റെ ഓഡിറ്റോറിയത്തിന്റെ മുമ്പ് മുതൽ പുറകു വരെ മുഴുവൻ പേരും കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച്, യേശുവേ ഈ രാത്രി കർത്താവ് ഇവിടെ ഉണ്ട്. സ്നേഹസ്വരൂപനായ കർത്താവിന്റെ സാന്നിധ്യം ഞാൻ ഈ ഓഡിറ്റോറിയത്തിൽ അനുഭവിക്കുന്നു. എൻ്റെ ആത്മാവിൽ ഞാൻ അനുഭവിക്കുന്നു. റഗന റിബന ഹദന റിബല ഹദന റബന.
സന്തോഷമേ രൂപം എല്ലായ്പ്പോഴും സന്തോഷമേ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലെയോ രൂപം സോഷ്യൽ സ്ഥിതി അവിടുത്തേത് മോശമായിരുന്നു. തച്ചൻ്റെ മോൻ ഇവൻ തച്ചൻ്റെ മോൻ. ശാസ്ത്രിമാരും പരീശരും സദൂക്കരും നിൽക്കുമ്പോൾ തച്ചൻ്റെ മോൻ. പക്ഷെ തച്ചൻ്റെ മോൻ ഇന്ന് എല്ലാ നാമത്തിലും മേലായ നാമം, എല്ലാ നാമം വാഴ്ത്തും നാമം, എല്ലാ മുഴങ്കാലും മടങ്ങും നാമോ, വാനിലും ഭൂവിലും മേലായ നാമം, വാനാദി വാനവൻ യേശുവിൻ നാമ. എൻ്റെ ഹൃദയം ശുഭവചനത്തെ കരയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടി ഉള്ളത്. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തോട് കരമടിച്ച് സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച്. ആരും ഇന്ന് രാത്രി വെറുതെ ഇരിക്കുന്നു. തച്ചന്റെ മോനെ ഇന്ന് എല്ലാവർക്കും അറിയാം. തച്ചന്റെ മോന്റെ നാമം എല്ലാ ലോകത്തിലും വാഴ്ത്തിപ്പാടും. എല്ലാ ഭാഷക്കാരും വാഴ്ത്തിപ്പാടുന്നു. എല്ലാവർക്കും പേടി സ്വപ്നമായ, എല്ലാവർക്കും രക്ഷാകാരണമായ ഹല്ലേലൂയ ആ നാമം, യേശുവിന്റെ നാമം. ഇവൻ ആ തച്ചന്റെ മോനല്ലയോ? സാമൂഹ്യ സ്ഥിതി മാറ്റുന്ന ദൈവം. 3, മാനസികമായ ദാരിദ്ര്യമുണ്ട്, മെൻ്റൽ പോവർട്ടി. അത് ഇന്നൊരു വലിയ യാഥാർത്ഥ്യം. കോവിഡാനന്തരം എളിയവൻ കാണുന്ന ഏറ്റവും വലിയൊരു സാമൂഹ്യ വിപത്താണ് മാനസികമായ ദാരിദ്ര്യം. നല്ല മിടുക്കൊരു പിള്ളേരാണ്, എല്ലാം പഠിക്കും. പക്ഷെ പരീക്ഷയുടെ തലേദിവസം കാണിക്കുന്ന വെപ്രാളം കണ്ടിട്ടുണ്ടോ? എന്തിനാ ഈ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്? എല്ലാം പഠിച്ച് കെമിസ്ട്രിക്കൊക്കെ എല്ലാം അറിയാം, മാത്സ് എന്തിനാ ചുരുട്ടി ഇങ്ങനെ ചുരുണ്ട് പോയ മക്കളുടെ കയ്യും കാലും തിരുമ്മി നിവർത്തിട്ടുണ്ട്. എന്തിനാ ഇവർ ചുരുളുന്നേ? ഇതുങ്ങളെല്ലാം പഠിച്ചത് വാ. എടി കൊച്ച, നീ പരീക്ഷ എഴുത. ഞാൻ തോറ്റ എന്താ പറ്റൂടെ? തോറ്റ എന്താ പറ്റൂ? അല്ല എന്തോ പറ്റും? തോറ്റ എന്താ പറ്റുമെന്നായി പറയുന്നത്. ഞാൻ എത്രയോ സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുന്നു. ഇന്ന് വരെ എന്നോട് ആരെങ്കിലും സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടോ? പാസ് ചോദിച്ചു, എവിടാ പഠിച്ചേ? സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് തന്നെ ചോദിച്ചു. ഞങ്ങളുടെ തമ്പിയപ്പച്ചൻ പറയുന്ന കാര്യമുണ്ട്. പുള്ളിക്ക് ഒരു സർട്ടിഫിക്കറ്റും ഇല്ല, പക്ഷേ പുള്ളി എല്ലാ സർട്ടിഫിക്കറ്റും ഒപ്പിടുവാൻ. ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് തുടങ്ങി മാരേജ് സർട്ടിഫിക്കറ്റ്. പക്ഷേ പുള്ളിക്കാരൻ എന്തോ ഇല്ലായിരുന്നു, ഒരു സർട്ടിഫിക്കറ്റും ഇല്ലായിരുന്നു. മക്കൾ ഇതൊന്നും നല്ല വിഷയം. അപ്പം താണ്ട് ഒരു വകയും പഠിക്കാത്തവൻ മാർക്ക് കിട്ടുന്നത് കണ്ടിട്ടുണ്ടോ? അവൻ തലേദിവസം എന്തെങ്കിലും നോക്കിയിട്ട് പോയി അറിയാവുന്ന എഴുതി വെക്കും. എന്നിട്ട് അവന് തോന്നിപ്പിക്കും സാറിന് വലിയ സംഭവമാണ്. പരീക്ഷ എന്ന് പറയുന്ന ട്രിക്കാണ്. സാറിന് തോന്നണം ഇവനൊരു സംഭവമാണ്. നല്ല അങ്ങോട്ട് എഴുതി, നല്ല 3-4 പോയിൻ്റൊക്കെ അങ്ങോട്ട് എഴുതി, ആവത്തെ 2-3 മരയൊക്കെ അങ്ങോട്ട് ഇട്ട്, അപ്പോൾ സാറ് തോന്നുന്നു നീ വലിയൊരു സംഭവമാണ്. നീ ഒരു സംഭവമല്ലെന്ന് നിനക്കറിയത്തില്ലേ? ടീച്ചറെ നോക്കി തോന്നിപ്പിക്കണം എന്താണെന്ന്. സംഭവം നമ്മൾ അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയില്ല. പേപ്പർ നോക്കുന്നത് സാറിന് തോന്നണം നമ്മളൊരു സംഭവമാണ്. അത്രയും തോന്നിപ്പിച്ചാൽ മാർക്ക് എഴുതത്തില്ലേ? പിന്നെ ഇതിന് ടെൻഷൻ അടിക്കുന്നേ. ഇന്ന് ഭയങ്കര പ്രശ്നമാണ് ഡിപ്രഷൻ. എല്ലാവർക്കും അങ്ങ് ഡിപ്രഷനാണ്. അതുപോട്ട് വീട്ടിൽ ഇപ്പോൾ പെറ്റ് ഡോഗ്സിൻ്റെ ഒരു കാലമാണ്. എല്ലാ വീട്ടിലും എന്തുണ്ട്? കൊച്ചു പട്ടി. അതിനും ടെൻഷനാണെന്ന്. യജമാനെ അവർ 2 ദിവസം എങ്ങാണ്ട് പോയപ്പോൾ അത് ടെൻഷൻ അടിച്ച് ഒന്നും കഴിച്ചില്ലെന്ന്. അപ്പം പട്ടിക്ക് വരെ ഡിപ്രഷൻ്റെ കാലം. മുഴുവൻ പേർക്കും ഡിപ്രഷൻ എന്നാണ്ടെങ്കിലും പറയുമോ? ശരിക്കും മനുഷ്യന് പേടിയാണ്. എൻ്റെ കുഞ്ഞു ആരോടും പറയാനൊക്കൂ എന്താ പറഞ്ഞാൽ ഒന്നുമില്ല. ഒത്തിരി പേർക്കുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ആഴ്ച തന്നെ 3-4 ഇങ്ങോട്ട് വന്നപ്പോഴും പിള്ളേർ വിളിക്കുന്നു, പേരൻസ് വിളിക്കുന്നു, കരഞ്ഞോണ്ട്. മക്കൾക്ക് ഡിപ്രഷനായി പോവുക. ഇങ്ങനെ വന്ന എന്തോ ഈ ചെറുക്ക് പ്രസവത്തോടു കൂടി ഡിപ്രഷനാണ്, വിഷാദ രോഗം, ആത്മഹത്യ പ്രവണത. ഈ സമയത്താണ് മയക്കുമരുന്നുകൾ തഴച്ചു വളർന്നത്. ലോബി ഡിപ്രഷൻ അടിക്കുന്ന മക്കളുടെ അടുക്ക ചെന്ന് പറയും, താണ്ട് ഇവത്തെ ഒന്ന് വലിച്ചോ, ഇപ്പം മാറും. ശരിയാ, അന്നേരം വന്നിട്ട് കൊടുത്തു, അവനെങ്ങാണ്ട് ആകാശത്തോട് പോകും. 2 ദിവസം കഴിയുമ്പോൾ താഴേക്ക് വരും.
ഇപ്പോൾ അതടിക്കുമ്പോൾ അവൻ തെങ്ങിൻ്റെ മണ്ടയിൽ കയറിക്കും, പിന്നെ അവൻ പടുകുടി ചെന്ന് കിടക്കും. അത് വെച്ച് മയക്കുമരുന്ന് ലോബി വളർന്നു. പക്ഷേ നിങ്ങൾക്കറിയോ, ഇങ്ങനെയൊരു ലോകത്ത് ഒരാളുണ്ടായിരുന്നു, യേശു. ഒരാളെ ഏറ്റവും കൂടുതൽ അപമാനിക്കാനും മറ്റേ വഴി തന്നെ ഭർത്താവ് ഭാര്യ എന്നൊക്കെ പറയാം, ഇവക്ക് ഭ്രാന്താണ്, ഇവന് വട്ടാ എന്നൊരാൾ പറഞ്ഞാൽ ഒരു മനുഷ്യനെ അവഹേളിക്കാൻ അത് മതി. പക്ഷേ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എൻ്റെ കർത്താവിനെ നോക്കി പറഞ്ഞു, ഇവന് വട്ടാ, ഇവൻ പൈത്യമാ, ഇവൻ ബെയൽസെബൂലിനെ കൊണ്ട്. അതുകൊണ്ട് വട്ടാന്ന് വിളിച്ച ഒരുവൻ ഇന്നും മനസ്സ് തളർന്നു പോകുമ്പോൾ അവരുടെ ലോകത്ത് വരും. മനസ്സ് തളർന്നു പോകുമ്പോൾ അവരുടെ ലോകത്ത് വരും. ഒരു ചെറുപ്പം ഇപ്പോഴാണ് എല്ലാവരും ഭയങ്കര ഡീസൻ്റൊക്കെ ആയി, സഭകളൊക്കെ റിസ്ക് ഒന്നും എടുക്കാതെ. പെന്തക്കോസ്ത് സഭകളുടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും വട്ടന്മാരുണ്ടെങ്കിൽ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്നിട്ട് വട്ടത്തിരുന്ന് എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ 10-17 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന സഹോദരൻ്റെ മാനസികത തെറ്റിയപ്പം വയലൻ്റ് ആയപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരുന്ന് പിടിച്ചു കെട്ടിയത് ഞാനാണ്, കയ്യും കമത്തിയിട്ട് വലിച്ച് മുറുക്കി കെട്ടിയിട്ട്. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്, അരികിൽ നിന്ന് കരയുന്ന ഒരു പെങ്ങളുടെ മുഖം ഇപ്പോഴും എനിക്കുണ്ട്. ആങ്ങളെ ഇങ്ങനെ പിടിച്ച് കെട്ടുമ്പോൾ, വലിച്ച് മുറുക്കി കെട്ടുമ്പോൾ കരയുന്നവരുടെ മുഖം. പക്ഷെ ദൈവം ആരാ? ആ സഹോദരൻ്റെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തു. അന്ന് 10, 18, 20 വയസ്സ്. ദൈവം സൗഖ്യമാക്കി, കല്യാണം കഴിച്ചു. ആ പുള്ളിയുടെ മോനെ ഞാൻ കെട്ടിച്ചു. ആ പുള്ളിയുടെ കൊച്ചുമക്കളെ ഞാൻ സമർപ്പിച്ചു. കൊച്ചുമക്കളെ സമർപ്പിക്കുമ്പോൾ ഈ ചരിത്രം ഇവർക്കാർക്കും അറിയത്തില്ല. പക്ഷെ വല്യപ്പൻ്റെ കാണുമ്പോൾ എനിക്കറിയാം, ഞാൻ പിടിച്ചു കെട്ടിയതാ. എൻ്റെ തമ്പുരാൻ ആരാ? മനം തകർന്നവനെടുക്കാൻ വരും. ഇതൊരു പോരാട്ടമായിരിക്കാം. എളിവനും ഇതുണ്ടായി. ഒരു രാത്രി ഭയം കയറി പിടിച്ചു. ഭയമൊക്കെ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചുരുണ്ടു പോകും. ഞാൻ അങ്ങനെ പെട്ടെന്ന് പേടിക്കുന്ന ഒരാളല്ല. സാധാരണ വിഷയങ്ങളിലൊന്നും ഞാൻ അങ്ങനെ പേടിക്കാറില്ല. എന്നെ ഇപ്പോൾ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ യോഗമൊക്കെ നടത്തിയതിൻ്റെ പേരിലൊക്കെ എന്നെ അടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രിയിലൊക്കെ വരുമ്പോൾ അടിക്കാൻ അപ്പോൾ എല്ലാവരും ദൂത് പറയുന്നു, അവിടെ നിന്നെ വഴി കാത്തിരിക്കുന്നു, ലിറ്ററലി കാത്തിരിക്കുന്നത്. എനിക്ക് വലിയൊരു രസമാണ്. ആരെങ്കിലും കാത്തിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വഴി തന്നെ പോകുമായിരുന്നു. അപ്പോൾ അതിനൊരു കാരണമുണ്ട്, 2 കാരണങ്ങൾ. ഒരാളുണ്ട് പറഞ്ഞു, അടി കിട്ടിയ സ്വർഗത്തിൽ പ്രതിഫലം കൂടുതലാണ്, അപ്പോൾ പിന്നെ വെറുതെ കളയണ്ട. രണ്ടാമതൊരാൾ പറഞ്ഞു, ആദ്യത്തെ അടിക്കുള്ളൂ വേദന, പിന്നെ അങ്ങ് എളുപ്പമാണ്. എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെ നല്ലടിക്കൊന്നും കിട്ടിയിട്ടില്ല, ചെറിയ ചെറിയ തട്ടും മുട്ടും കിട്ടിയിട്ടുള്ളൂ. പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു രാത്രി ഭയം കയറി പിടിച്ചു. ആ ഭയം എന്നെ ചുരുട്ടിക്കളഞ്ഞു. എന്തിനാണെന്ന് അറിയത്തില്ല. ഞാൻ ഹോളിലിങ്ങനെ ചുരുണ്ട് കിടക്കുക. ഈ വിശ്വാസിക്കൊരു പ്രയാസം ഉണ്ടായാൽ അവർ ആരോട് പറയും? പാസ്റ്ററോട് പറയത്തില്ലേ? നമ്മൾക്കൊരു പ്രയാസം ഉണ്ടായാൽ ആരോട് പറയും? വിശ്വാസികൾ, അയ്യോ എനിക്ക് പേടിയാ പ്രാർത്ഥിക്കണമെന്ന് പാസ്റ്റർക്ക് പറയാനൊക്കെ. കുറുന്തോട്ടിക്ക് വാദം പിടിച്ച പോലെ ആകത്തില്ലേ? നമ്മളെന്തോ ചെയ്യാൻ? നമ്മൾ ചുരുണ്ട് കിടക്കുക. രാത്രി ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് കുറച്ചു നേരം വന്നിരിക്കാം. അദ്ദേഹം ഒരു 3 മണി വരെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനൊന്നും പറഞ്ഞില്ല. ഞാൻ ഹോളിൽ തന്നെ കിടന്നു. വെളുപ്പിനെ ആയപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വന്ന് വിളിച്ചു. അവൾക്കറിയാം ഞാൻ ഹോളിലുണ്ടെന്ന്. പക്ഷേ ഒരാൾ മുറ്റത്ത് വന്നിരിക്കും. നേരം പരപരാ വിളിക്കുന്ന ഒരു 6 മണി രാത്രി വെളുപ്പിനെ വന്ന് ഒരാൾ വിളിച്ചു. ഞാൻ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു മധ്യവയസ്കൻ ഇന്നുണ്ട്. ഇന്നാരല്ല, എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായി. വന്നപ്പോൾ ഒരു 10-15 വർഷം മുമ്പ് കണ്ടതാണ്. ഞാൻ ചെന്തിരാ വന്നേ? ഒന്നുമില്ല, വെറുതെ ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയതാ എന്നുള്ള രീതി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇറങ്ങുക എന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോട്ടെ. പ്രാർത്ഥിക്കാൻ നേരത്തെ അദ്ദേഹം ചോദിച്ചു, ഇന്നലെ രാത്രി പേടിച്ചോ? ഞാൻ പറഞ്ഞു, എന്താ കാര്യം? പേടിച്ചോ പാസ്റ്റേ? ഉള്ള പറ. പ്രിൻസ് പാസ്റ്റർ പേടിച്ചോ? ഞാൻ പറഞ്ഞു, പേടിച്ചു. രാത്രി 2 മണിയായപ്പം തമ്പുരാൻ എന്നെ വന്ന് തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, റാന്നി പ്രിൻസ് പാസ്റ്റർ പേടിച്ചിരിക്കുക, നീ ഇപ്പം തന്നെ പോകണം. ഞാൻ നേരം വിളിക്കാൻ നോക്കിയിരുന്നു. ചെന്നിട്ടൊരു വാക്ക് പറയണം, പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞാൻ പേടിച്ചത് ആരും അറിഞ്ഞില്ല. ഭയം എന്നെ വേട്ടയാടിയത് ആരും അറിഞ്ഞില്ല. പക്ഷെ ഒരിക്കൽ വട്ടനാന്ന് വിളിക്കപ്പെട്ടവൻ, അവൻ എൻ്റെ രാവട്ടിലെ ഒരാളെ എൻ്റെ അടുക്കൽ അയച്ചിട്ട് പറഞ്ഞു, നീ പേടിക്കരുത്, ഞാൻ നിൻ്റെ കൂടുണ്ടെന്ന്. എനിക്കൊരു കർത്താവിനെ അറിയാം. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ വെങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്തണയ്ക്കും. ഭയപ്പെടേണ്ടെന്ന് പറയുന്നൊരു കർത്താവ്. ഹല്ലേലൂയ. മനസ്സൊന്ന് വഴുതി പോകുമ്പോൾ, നിരാശയുടെ പടുകുഴിയിലേക്ക് താണു പോകുമ്പോൾ, അപ്സ് ആൻഡ് ഡൗൺസ് ആയത്. സെമിനാരി ആ ഒരു പ്രായമായതിനു ശേഷം ഒരു കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ
ഞങ്ങളുടെ കോളേജിലെ ഒരു സഹോദരനെ ഭ്രാന്തായിപ്പോയി, ലിറ്ററലി ഭ്രാന്ത്, അബ്സല്യൂട്ട്ലി ഭ്രാന്ത്. കോളേജ് തീരുമാനിച്ചു ഇദ്ദേഹത്തെ പറഞ്ഞു വിടാൻ. അപ്പോൾ അതിൻ്റെ അക്കാഡമിക്കിൻ്റെ നല്ലൊരു അച്ഛനായിരുന്നു. ഞാനും അച്ഛനുമായിട്ട് വലിയ അടുപ്പമാണ്. ഞാൻ അച്ഛൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു വിടരുത്. അച്ഛൻ പറഞ്ഞു വിടാതിരിക്കാൻ ഒക്കത്തില്ല, കാരണം ഇതൊരു സെമിനാരിയാണ്, ഇതൊരു ഹോസ്റ്റലാണ്, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ എല്ലാവരെയും ബാധിക്കും. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ സൂയിസൈഡ് ചെയ്താൽ ആര് ടേക്ക് കെയർ ചെയ്യും? ഞാൻ പറഞ്ഞ അച്ഛാ ഞാൻ ടേക്ക് കെയർ ചെയ്യാം, കുഞ്ഞെ റിസ്ക്കാണ്, ചുമ്മാ ആവേശം കാണിക്കല്ലേ. അല്ല, ഞാൻ നോക്കാം. ഒരു വർഷം ഞാൻ ആ സഹോദരനെ നോക്കി, മരുന്ന് കൊണ്ടുപോയി സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നും അന്നത്തെ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റിലെ എല്ലാ ഉയർച്ച താഴ്ചകളിലും അവനോടൊപ്പം ഞാൻ നടന്നു. ഒരു വർഷം, നല്ലൊരു പ്രായത്തിൽ 1 വർഷം, സന്തോഷം കൊണ്ട് പറയും. പിന്നെ കാലം കഴിഞ്ഞു, ഇതൊക്കെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു, കോഴ്സ് പൂർത്തീകരിച്ചു, മാസ്റ്റേഴ്സ് എടുത്തു, വലിയ ആളായി. പിന്നെ ബന്ധങ്ങൾ 1 വട്ടം 2 വട്ടം കണ്ടു, ബന്ധങ്ങളില്ല, എല്ലാവരും പല വഴിക്ക് തിരിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അമേരിക്കയ്ക്ക് പോയി. ഞാൻ അമേരിക്കയിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു, അത് ഇദ്ദേഹത്തിൻ്റെയാണ്. ഞാൻ ഇന്നാരാണ്. എവിടുന്നാ? അമേരിക്കയിൽ നിന്ന്. എൻ്റെ സ്ഥലത്താണ്, ഞാൻ ഇന്നിടത്തുണ്ട്. ശരി, എന്നെ കാണണം വന്നു. ഞാൻ ചോദിച്ചു എന്താണ്? പറഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹം പിന്നെ മാസ്റ്റേഴ്സ് എടുത്തു, ഉയർന്നു, മാനിക്കപ്പെട്ടു, കല്യാണം കഴിച്ചു, മക്കളായി, അമേരിക്കയിൽ പോവുകയാണ്. അമേരിക്കയിലൊക്കെ ട്രാൻസ്ഫറായി. കാറിൽ അമേരിക്കയിലേക്ക് പോകുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് പോകുമ്പോൾ കാറിലിരുന്നു കൊണ്ട് അദ്ദേഹം ചിന്തിച്ചു, ഒരു പ്രിൻസ് ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് നടന്നത്, അവനന്ന് എന്നെ കൊണ്ട് നടന്നുകൊണ്ടാണ് ഞാനിന്ന് അമേരിക്ക, അവൻ എവിടെ ആയിരിക്കും? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു പോസ്റ്റിൽ, ഒരു കൺവെൻഷൻ്റെ എൻ്റെ ഫോട്ടോ ഇരിക്കുന്നു. അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി ആ ഫോട്ടോ എടുത്തു, ആ ഫ്ലെക്സിൻ്റെ. എന്നിട്ട് അമേരിക്കയിൽ പോയി അവരെ കോൺടാക്ട് ചെയ്തു, എൻ്റെ കോൺടാക്ട് നമ്പർ മേടിച്ചു. വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ വൈഫ് എടുത്തിട്ട് പറഞ്ഞു നാട്ടിലാണ്, അമേരിക്കയിലുണ്ട്. അങ്ങനെ എന്നെ വന്ന് പറഞ്ഞു, അന്നൊരു വർഷം നീ എന്നെ കൊണ്ടുനടന്നല്ലേ, അതുകൊണ്ടല്ലേ ഞാനിന്നിവിടെ വന്നേ. പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം, ഇവരുടെ ലോകത്ത് മനുഷ്യൻ തള്ളും, പക്ഷെ തമ്പുരാനിങ്ങനെ ഉയർത്തി മാനിക്കും. ഇന്ന് രാത്രി മാനസികമായി തളർന്നു പോയവരെ ഭയം, നിരാശ, ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ, ഞെട്ടി ഉണരുക, അങ്ങനെ മാനസിക തലങ്ങളിൽ വ്യാപരിക്കുന്ന എല്ലാ പോരാട്ടങ്ങളെയും അറിയുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവിടുത്തെ പേര് യേശു. യേശു മനം തകർന്നവരെ രക്ഷിക്കും, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കും ദൈവം. മാനസിക രോഗങ്ങൾ, ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഡിപ്രഷൻ്റെയോ, നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ വിഷാദത്തിൻ്റെയും ഭയത്തിൻ്റെയും ലോകത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ മാനസിക ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ഒരുവനുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, അവിടുത്തെ നോക്കി വിളിച്ചു, ഇവന് വട്ടാ, ഇവൻ പൈതക്, ഹി ഈസ് ബിസൈഡ് ഹിംസെൽഫ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ട് അവന് ബുദ്ധിഭ്രമം ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു. അവന് ബുദ്ധിഭ്രമമുണ്ട്, ചിത്തഭ്രമം. പൈത്യക്കാരന് പച്ച മലയാളത്തിൽ വട്ട കെട്ടാൻ വന്നവൻ അവിടെ നിന്ന്. അതുകൊണ്ടും മനസ്സ് തളർന്നവൻ്റെ ലോകത്ത് ഇങ്ങനെ ഒരു പെൺ വരും. അവിടുത്തെ പേര് യേശു. മാനസികമായ ദാരിദ്ര്യം കരമുയർത്തി പ്രാർത്ഥിച്ച്, എല്ലാം മാനസികമായി തളർന്നു പോകുന്നവർ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ച്. ഒരു പക്ഷെ നിങ്ങളുടെ ഇടയിലോ നിങ്ങൾക്കറിയാവുന്നവരോ നിങ്ങളുടെ വീട്ടിലോ നല്ല ഒത്തിരി മക്കൾ മുറിക്കകത്ത് ചുരുണ്ട് കിടക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്തൊന്ന് തിരിച്ചു വരുന്നു. യേശു അവരെ സൗഖ്യമാക്കും. മാനസികമായ ദാരിദ്ര്യത്തിൽ ഈ ദരിദ്രം വരും. അവന് ചിത്തഭ്രമമാണ്, നിനക്ക് വട്ടാ, എന്നെ കെട്ടണം. അതുകൊണ്ട് ജീവിതത്തിൽ വട്ടാന്ന് കേട്ടവൻ മനം തളർന്നവന്റെ ലോകത്ത് വരും. മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ മാനക്ലേശ തിരുക്കരം നീട്ടിയടു ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ
ഉറച്ചവനെ വാഴ്ത്തുമേ. ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ. നന്ദിയോടെ ഞാൻ മേമാന ക്ലേശത്താര സാഗരത്തിൽ മുങ്ങുമ്പോൾ മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്തണച്ചു. ഭയപ്പെടേണ്ട എന്നുറച്ചവനെ തിരുക്കാരം നീട്ടിയെടുത്തണച്ചു. ഭയപ്പെടേണ്ട ഉറച്ചവനെ ഓ വാഴ്ത്തുമേ. ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ. അപ്പൊ നോക്കൂ പ്രിയരെ, അവരുടെ ലോകത്തൊരാൾ വരും. അവിടുത്തെ പേരെന്താ? യേശു, 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 യേശു. മാനസികമായ ദാരിദ്ര്യം, സാമൂഹ്യമായ ദാരിദ്ര്യം, ബുദ്ധിപരമായ ദാരിദ്ര്യം. മറ്റൊരു ദാരിദ്ര്യ മേഖലയാണ് ശാരീരികമായ ദാരിദ്ര്യം. പെട്ടെന്നാണ് നല്ല ആരോഗ്യമുള്ളവരുടെയൊക്കെ നടുവിന് പ്രയാസം. ചുമടെടുത്തുകൊണ്ട് ജീവിക്കുന്നവർ, പഞ്ചസാര ചാക്കൊക്കെ ഇങ്ങനെ ചുമ്മാതെടുത്തുകൊണ്ട് പോകുന്നവനെ നടുവെട്ടിയാൽ നടുവേദന. അവസാനം ഒരു MRI എക്സ്റേ എടുത്തവൻ പറയുക ഇനി ഒരിക്കലും ചുമടെടുക്കല്ല. അവൻ എങ്ങനെ ജീവിക്കും? ഇരിക്കുന്ന ഇരിപ്പിലാണ് ക്രിയാറ്റിൻ ലെവലൊക്കെ ഇങ്ങനെ കൂടി വരുന്നത്. പിന്നെ പറയുക ഡയാലിസിസ് ചെയ്യണമെന്ന്. ആഴ്ചയിൽ 1 തുടങ്ങി 2 ആയി 3 ആയി. എങ്ങനെ മുമ്പോട്ട് പോകും? പെട്ടെന്നാണത് പറയുന്നത് കീമോ എടുക്കണമെന്ന്. ശാരീരികമായി ദാരിദ്ര്യം വന്നാൽ അവർ സാമ്പത്തികമായി ദരിദ്രരാകും, അവരുടെ വീട് ദരിദ്രരാകും. പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം. ശരീരം ക്ഷീണിക്കുമ്പോൾ അവരെടുക്ക് വന്നിട്ട് അട്ടിപ്പിണരുകളാൽ സൗഖ്യം തരും. ശാരീരിക ദാരിദ്ര്യം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേ കയറി അട്ടിപ്പിണരുകളാൽ സൗഖ്യം വന്ന് മരിക്കുന്നു. സംഗീതം 107 പറയുന്നു, അവർക്ക് മരണവാതിലിനോട് സമീപിച്ചു, സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവിടുന്ന് അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു, വചനമയച്ചു സൗഖ്യമാക്കിയെങ്കിൽ ഈ രാത്രി ശാരീരിക ദാരിദ്ര്യത്തിന് മേൽ സമ്പന്നത അയക്കുന്ന ദൈവമാണ്. ഞാൻ നിനക്ക് രോഗസൗഖ്യവും ആരോഗ്യം തരും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും, ക്ഷീണിച്ചു പോകാതെ നടക്കും, തളർന്നു പോകാതെ ഓടും. യേശുവിൻ്റെ നാമത്തിൽ ശാരീരിക ദാരിദ്ര്യത്തിന്മേൽ യഹോവ റാഫ, അവൻ നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അവൻ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം. ശാരീരികമായ ദാരിദ്ര്യം, ഋഗനം രഗജം രഗനം ദഗനം ദഗനം രാജ്യം രഗജം ഋഗജം. ചിലപ്പം പെട്ടെന്ന് ക്ഷീണിച്ചു പോകും, തളർന്നു പോകും, നടക്കാൻ വയ്യ, അസ്ഥികൾക്ക് പുളപ്പ്, എഴുന്നേറ്റ് നടക്കാൻ വയ്യ, ഡയബറ്റിക് കൂടിക്കൂടി വരുന്നു, ശരീരം മെല്ലിക്കുന്നു, ക്ഷീണിക്കുന്നു, വല്ലാത്ത ക്ഷീണം. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്ഷീണങ്ങളെ അറിയുന്ന ഒരു ദൈവം നിന്റെ ശരീരത്തിൻ്റെ സൗഖ്യം വരുത്തുവാൻ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടുത്തെ ശരീരം ക്രൂശിൽ തകർക്കപ്പെട്ടു. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവന് ചൊറുക്ക കുടിക്കാൻ കൊടുത്തു. അങ്ങനെയെങ്കിൽ ആ കർത്താവ് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. എന്തിന്? അവിടുത്തെ ശരീരം മുറിവേറ്റത് നമ്മുടെ ശരീരങ്ങൾക്ക് സൗഖ്യം തരാനാ. മനസ്സിനെ സൗഖ്യമാക്കുന്നവൻ, ശരീരത്തെ സൗഖ്യമാക്കുന്നവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ശാരീരിക ദാരിദ്ര്യം, രാജ 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 റൈഡ ബലഗ റിബന ഹതന റിഗന. യേശുവെ നന്ദി, യേശുവെ നന്ദി, യേശുവെ നന്ദി.
യേശുവേ നന്ദി, നന്ദി, നന്ദി. സ്കിൻ ഡിസീസുകൾ സുഖപ്പെടട്ടെ. ശരീരത്തിൻ്റെ ത്വക്കിന്മേലുള്ള എല്ലാ പ്രയാസങ്ങളും ദൈവം എനിക്കൊരു സന്ദേശം തരുന്ന ത്വക്കുമായിട്ട് ബന്ധപ്പെട്ട് ദൈവിക സൗഖ്യത്തെ കർത്താവ് അയക്കും. ത്വക്കുമായിട്ട് ബന്ധപ്പെട്ട സൗഖ്യം ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. മാനസിക പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് ത്വക്കുമായിട്ട് ബന്ധപ്പെട്ട സ്കിൻ അലർജികൾ, സ്കിൻ ഡിസീസുകൾ, ലൈവിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുക. സ്കിൻ ഡിസീസിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു സൗഖ്യത്തിൻ്റെ കരം ഇന്ന് രാത്രി നീട്ടും. ത്വക്ക് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തെ സുഖപ്പെടട്ടെ. ഞാൻ നിനക്ക് രോഗസൗഖ്യം തരും, ഞാൻ നിനക്ക് ആരോഗ്യം തരും, ഞാൻ നിനക്ക് ആരോഗ്യം തരും, ഞാൻ നിനക്ക് രോഗസൗഖ്യം തരും. ആമേൻ, ആമേൻ. യേശു വന്നിട്ടുണ്ട് ഇന്ന് രാത്രി. യേശു വന്നിട്ടുണ്ട് നിന്റെ അവസ്ഥയെ മാറ്റാൻ. യേശു വന്നിട്ടുണ്ട് നിന്റെ അവസ്ഥയെ മാറ്റാൻ. ശരീരത്തിൻ്റെ അവസ്ഥയെ മാറ്റും, മനസ്സിൻ്റെ അവസ്ഥയെ മാറ്റും, സമൂഹത്തിൻ്റെ അവസ്ഥയെ മാറ്റും. യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്. എല്ലാവരും സ്തുതിച്ചെന്ന് ആരാധിച്ചേ. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്, ഒരാൾ പോലും വെറുതെ ഇരിക്കാതെ പ്രാർത്ഥിച്ച്, എല്ലാവരും സ്തുതിച്ചേ. മനസ്സിന്റെ അവസ്ഥയെ മാറ്റുന്ന, ശരീരത്തിന്റെ ദാരിദ്ര്യം മാറ്റുന്ന, എന്റെ കുഞ്ഞിന്റെ ബൗദ്ധിക ദാരിദ്ര്യത്തെ മാറ്റുന്ന യേശു വന്നിട്ടുണ്ട്. ലൈവിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചേർന്ന് ദൈവത്തെ സ്തുതിക്കുക. കാഴ്ചക്കാരായിരിക്കരുത്, മുൻവിധിയോടിരിക്കരുത്. ഈ മാധ്യമത്തിലൂടെ നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്ന ദരിദ്രനായി തീർന്ന ക്രിസ്തു, അവൻ ദരിദ്രനായി. സമ്പന്നനായിരുന്നവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി. നന്ദി അപ്പാ.
എല്ലാ നാമത്തിലും മേലായ നാമത്തെ അവൻ തന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുന്ന ദൈവം. ശാരീരികമായ ദാരിദ്ര്യത്തെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്ന സൗഖ്യ ശക്തിയിൽ ജനങ്ങൾ സുഖപ്പെടട്ടെ. ഞാൻ നിന്റെ രോഗത്തെ മാറ്റും, ഞാൻ നിന്റെ ക്ഷീണത്തെ മാറ്റും, ഞാൻ നിനക്ക് രോഗസൗഖ്യവും ആരോഗ്യം തരും. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവിടെ നിന്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ട് എല്ലാ കരങ്ങളും ഉയർത്തി അല്പസമയം സ്തുതിച്ച്, കരങ്ങൾ ഉയർത്തി പിടിച്ച്, കരങ്ങൾ ഉയർത്തി പിടിച്ച്, കുഞ്ഞുങ്ങളെല്ലാം കരം ഉയർത്തി പിടിച്ച് സ്തുതിച്ച് യേശുവേ നന്ദി എന്ന് പറഞ്ഞ് ആരാധിച്ച്, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ പാടുന്ന സമയത്ത്, സ്തുതിക്കുന്ന സമയത്ത് തന്നെ ദൈവിക ആരോഗ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ലൈവിലിരിക്കുന്ന പ്രിയപ്പെട്ടവരും ദയവായി കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ. എല്ലാ നാമത്തിലും മേലായ നാമം, എല്ലാ മുഴങ്കാലും മടങ്ങും നാമം. പ്രിയരെ, സൗഖ്യമാക്കുന്ന യേശുവുണ്ട്. ശാരീരികമായ ദാരിദ്ര്യോ മറ്റൊരു ദാരിദ്ര്യ മേഖലയാണ് സാമ്പത്തികമായ ദാരിദ്ര്യം. ഹല്ലേലൂയ. എന്താണ് സാമ്പത്തികമായ ദാരിദ്ര്യം? അതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ നാട്ടിൽ എല്ലാവരും പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ്. ദീപസ്തംഭം മഹാശ്ചര്യം. എനിക്കും വേണം, പണമില്ലാത്തവൻ പണമില്ലാത്തവൻ പിണമാണ്. പണം നമ്മൾ പ്രോസ്പെരിറ്റി പ്രസംഗിക്കാൻ നിൽക്കുന്നവരല്ല. ഞാൻ പ്രോസ്പെരിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ടെന്നൊക്കെ ചോദിച്ചാൽ പ്രോസ്പെരിറ്റി വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ദൈവദാസനുണ്ട്, ഒരിക്കലും ഒരാൾ ചോദിച്ചു, താങ്കൾ പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ ആളാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, നിങ്ങൾ പോവർട്ടി ഗോസ്പലിൻ്റെ ആളാണോ എന്ന് ചോദിച്ചു. ഇപ്പോൾ പ്രോസ്പെരിറ്റി അല്ല, പോവർട്ടി അല്ല. ഒരു കാര്യം അറിയാം, അന്നെന്നുള്ളത് അന്ന് നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് നമ്മുടെ എന്ത് മാറ്റും? അവസ്ഥയെ മാറ്റുന്ന ദൈവമാണ്. ആണോ? ഞാനങ്ങനെ ദാരിദ്ര്യം പിടിച്ച വീട്ടിലൊന്നും അല്ല ജനിച്ചത്. എന്നാലും മനുഷ്യരൊക്കെ അല്ലേ അത് കണ്ടവാനും ബുദ്ധിമുട്ടിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിലൊക്കെ പോയൊരു കാലം. എല്ലാ ഞായറാഴ്ചയും വീട്ടിലെപ്പോഴും ആളാണ്. ഇപ്പോഴൊക്കെ വേറെ സ്ഥിതിയാണ്. സരോജ ഭാഷയൊക്കെ ഞങ്ങളുടെ കൂടെ ഉള്ള ആളാണ്. ഞായറാഴ്ചയൊക്കെ ഒരു 10-500 പേരെങ്കിലും, ഒരു ദിവസം ഒരു 50-60-100 പേരെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വന്ന് കയറി കഴിച്ചും കുടിച്ചും ഒക്കെ പോകും. അതൊരു സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കും. പക്ഷേ ഇതിനെല്ലാം പിന്നിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞായറാഴ്ച വീട്ടിൽ ആരാധന നടക്കുന്ന സമയത്ത് ഈ നാട്ടിൻപുറത്തൊരു കാര്യമുണ്ട്. ഓമയ്ക്ക വന്നാൽ പിന്നെ സകലതും എന്തായിരിക്കും? ഓമയ്ക്കായിരിക്കും. പിന്നെ ചക്ക വന്നാൽ ചക്കക്കുരു മെഴുക്കോട്ടി, ചക്കക്കുരു തീയൽ, മൊത്തം എന്താവും? ചക്കയാവും. അങ്ങനല്ലേ? അതാണ് ഈ അമ്മമാരുടെ ഒരു പ്രത്യേകത. ഉള്ളത് കൊണ്ട് അവർ ഓണം ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ഞായറാഴ്ച ഇങ്ങനെ ഉപദേശം വന്നിട്ട് പോകുമ്പോൾ ഒരു ദൂരെ നിന്ന് വരുന്നൊരു ഉപദേശമുണ്ട്. അപ്പോൾ അന്നുള്ളതെല്ലാം കൂടെ വെച്ച് അമ്മ വെച്ചപ്പം ഞാൻ ഏറ്റവും ഒടുവിൽ അന്ന് ഇരിക്കത്തുള്ളൂ. എല്ലാവരും പോയിട്ട്, കൊച്ചിലെ അങ്ങനെ ആയിരുന്നു, എല്ലാവരും പോയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഈ 1-2 ഈ മീൻ വറുത്ത ഇരിപ്പുണ്ട്, മത്തിയേണ്ട വറുത്ത ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മയുണ്ട് പറഞ്ഞ് ഇപ്പം ഇരിക്കണ്ട, കാരണം ഇവർക്ക് കൊടുക്കാൻ തികയത്തുമില്ല, അവിടെ മീൻ സേപ്പ് ഇരിപ്പുണ്ട്, എന്നാൽ പോയിട്ട് കഴിച്ചോളാം. അപ്പോൾ എല്ലാ ഉദ്ദേശിയും പോയപ്പോൾ, എല്ലാവരും പോയപ്പോൾ എനിക്കിത് തന്നു. ഞാൻ ഈ മത്തി കൂട്ടി വറുത്തത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിണ്ണെ തന്നെയാണ് ഊണുമേശ എല്ലാം കൂടെ, ഡൈനിങ് കം ലിവിങ് കം സിറ്റിംഗ് കം ഇരിക്കുന്നത്. അപ്പോൾ ഈ പോയ ഉദ്ദേശിയുടെ കുട മറന്നിട്ട് പുള്ളി തിരിച്ചു വന്നു. കുടയെടുക്കാൻ വന്നപ്പോൾ അമ്മയും ഞാനും കൂടെ അവിടെ ഇരിക്കുക. അപ്പം മീൻ വറുത്തത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ ഉപദേശി കണ്ടു. ഉപദേശി കണ്ടത് അമ്മയ്ക്ക് ഷെയിമായി, കാരണം ആർക്കും കൊടുത്തില്ല. ഉപദേശിക്ക് സത്യത്തിൽ കൊടുക്കാഞ്ഞത് എല്ലാവർക്കും കൂടെ കൊടുക്കാനില്ല. 1-2 ഇരിപ്പുണ്ടായിരുന്നു. ഒരാൾക്ക് കൊടുക്കാനൊക്കത്തില്ല, എല്ലാവർക്കും കൂടെ കൊടുക്കണ്ട. അതിന് പറ്റും. ഉപദേശി അങ്ങോട്ട് പോവുകയും എൻ്റെ അമ്മ എന്നെ 3-4 അടി ഒരു പിച്ചി അങ്ങ് പറിച്ചു. മുടിഞ്ഞ ചെറുക്കൻ നാണം കെടുത്തി. സത്യത്തിൽ ഞാനെന്തോ തെറ്റ് ചെയ്ത്? ഈ അമ്മമാർക്ക് അങ്ങനത്തെ കുഴപ്പമുണ്ട്. ദേഷ്യം വന്ന് ആരെ പിച്ചു? പിള്ളേരെ പിച്ചു. ഉപദേശി കണ്ട നാണക്കേട് പിച്ചി പറിച്ചു. എപ്പോഴും എനിക്ക് സങ്കടം, ആ പിച്ച് കിട്ടി എന്തിനാന്ന് എനിക്കും അറിയത്തില്ല. എന്നാലും അത് കണ്ടു എന്നുള്ളത് എണ്ണത്തില്ല. ഇന്നെന്തും മനുഷ്യരെ വന്ന് കഴിച്ചിട്ടൊക്കെ പോകും. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരാളെന്നെ വിളിച്ചിട്ട് ഇറങ്ങി. ദൂരെന്ന എൻ്റെ സുഹൃത്താ, സ്നേഹിതനാ, എടാ ഇച്ചിരി ചിലവ് ഭക്ഷണത്തിന് കൂടുന്നുണ്ടോ എന്നൊരു സംശയം. നീ അതുകൊണ്ട് ഒന്ന് നിയന്ത്രിച്ചോണേ, നാട്ടുകാർ തിരിച്ച് പറയല്ലേ, ചുമ്മാ ലാവിശ്യ ആർഭാടമാണ്, എന്നാലും കൊടുത്തോണേ. എന്നാലും എനിക്ക് ഒരു ഓർമ്മയുണ്ട്, ഒരു മത്തിക്ക് പിച്ച് കിട്ടിയത്. ഇന്ന് എന്തും മനുഷ്യരെ വന്ന് കഴിക്കുന്നേ.
എനിക്കൊരു കർത്താവിനെ അറിയാം. എനിക്കൊരു കർത്താവിനെ അറിയാം. നമ്മുടെ ദാരിദ്ര്യം മാറ്റുന്ന ദൈവമുണ്ട്. ദാരിദ്ര്യം മാറ്റുന്ന ദൈവമുണ്ട്. ആ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരം ഉയർത്തി. ഞാൻ നിങ്ങൾ പണക്കാരനാകുമെന്ന് പറയാൻ നിൽക്കുകയല്ല, പക്ഷെ എനിക്കൊരു കർത്താവിനെ അറിയാം. ദാരിദ്ര്യം മാറ്റുന്ന ഒരു കർത്താവിനെ അറിയാം. ദാരിദ്ര്യം മാറ്റുന്ന ഒരു കർത്താവിനെ അറിയാം. പത്രോസ് വന്ന് ചോദിക്കുന്നുണ്ട്, കരമടയ്ക്കണ്ടേ നിന്റെ കരം? യേശു തിരിച്ച് വന്നിട്ട് പറഞ്ഞു, നീ പോയിട്ട് ചൂണ്ടയിട്, അതിൻ്റെ വായിൽ എന്ത് കിട്ടും? ചതുർദ്രഹ്മപ്പണം. ചോദിച്ചത് ദിദ്രഹ്മപ്പണമാണ്. ദിദ്രഹ്മ എന്ന് പറഞ്ഞാൽ 2, കൊടുത്തത് ചതുർദ്രഹ്മ. പത്രോസ് കർത്താവിൻ്റെ കാര്യമാണ് ചോദിച്ചത്. പക്ഷെ കർത്താവിനറിയാം ഇവനും അടച്ചിട്ടില്ല. നീ എൻ്റെ കാര്യം നോക്കുമ്പോൾ ഞാൻ നിൻ്റെ കാര്യം